ഐശ്വര്യങ്ങളും തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണേ അമ്മേ. നിനക്കിപ്പോ ദൈവവിശ്വാസം ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. അതെ, ഈ ഞങ്ങളിൽ ഞാനും പെടുമോ? നിനക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പോരെ? ദേ, എനിക്ക് പോവാനുള്ള സമയമായി. ആഹാ, നീ വരുന്നില്ലേ? പ്രാർത്ഥനയും ഒഴുകിയിരുന്നപ്പോ നീ അതും മറന്നോ? നിന്നെ ഈ ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് നാട്ടിലൊക്കെ ഒന്ന് പോയി ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിപൊളിയായി ആഘോഷിക്കാനുള്ള ഒരു മാസത്തെ ലീവ് എന്നാ തുടങ്ങുന്നത്? 12 മണിക്കാ പപ്പ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, നാട്ടുകാരെ ഞെട്ടിക്കാൻ ഒരു ഉഗ്രൻ സെൻസേഷണൽ ന്യൂസ് നിനക്കിന്ന് കിട്ടട്ടെ. താങ്ക് യു. അനു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? അനുവിന്റെ ഒരു ഫേവറേറ്റ് റൈറ്റർ അല്ലേ മിസ്റ്റർ സേതുനാഥ്? യെസ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച നോവലിനുള്ള കോമൺവെൽത്ത് അവാർഡ് മിസ്റ്റർ സേതുനാഥിനാണ്. റിയലി? യെസ്, ദാ ഫാക്സ് മെസ്സേജ് ഉണ്ട്. താങ്ക് ഗോഡ്. അനു വന്നാലുടനെ സിയുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായി സർ? സേതുനാഥ് എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ആ, അനു എത്തിയല്ലോ. അനു ഇരിക്കൂ. താങ്ക് യു സർ. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പത്രക്കാരും ചാനലുകാരും അയാളെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴേ ഞാൻ പ്രഡിക്ട് ചെയ്തതാ ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുമെന്ന്. അപ്പൊ എല്ലാവർക്കും പുച്ഛായിരുന്നു. അത് വെറും ചവർ നോവലാണെന്നാ നമ്മുടെ എ നമ്പ്യാർ സാർ പറഞ്ഞത്. എനിഹാവ്, ഇതുവരെ സേതുനാഥിനെ ആർക്കും കണ്ടുകിട്ടാത്ത സ്ഥിതിക്ക് നമ്മുടെ പത്രത്തിലും ചട്ടപ്പടി ഒരു വാർത്തയും ഫോട്ടോയുമായി ഒതുങ്ങി പോകുമോ നാളത്തെ ന്യൂസ്? അങ്ങനെ സംഭവിച്ചൂടാ സർ. ഒരു സ്പെഷ്യൽ കവറേജ് നമുക്ക് കൊടുത്തേ മതിയാവും. ആളെ നേരിൽ കണ്ടാൽ വളരെ വ്യത്യസ്തമായ നല്ലൊരു സ്റ്റോറി ചെയ്യാൻ കഴിയുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ഓക്കെ അനു, ആദ്യം നിങ്ങൾ അയാളോട് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുക. ദാറ്റ് ഷുഡ് ബി ആൻ എക്സ്ക്ലൂസീവ് വൺ. മറ്റൊരു പത്രവും കൊടുക്കാത്ത കവറേജ് നമുക്ക് കൊടുക്കാം. താങ്ക് യു സർ. ഇത് സേതുനാഥിന്റെ സെക്രട്ടറിയുടെ നമ്പറാണ്, മിസ്റ്റർ സുബ്രഹ്മണ്യം സ്വാമി. ഓക്കെ? ശരി സർ. ഓക്കെ സർ. സേതുനാഥ് എവിടെ? സേതുനാഥ് എവിടെ ചോദിച്ചാൽ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? പറഞ്ഞില്ലേ, ഞാൻ സേതുനാഥല്ല, സ്വാമി സുബ്രഹ്മണ്യ സ്വാമി. ഇവിടെ ആരും ഇല്ലെന്നേ. ഇല്ല ഇല്ല, ടി വിക്കാരും പത്രക്കാരും ഒന്നും വന്നിട്ടില്ല. അല്ല, ഞാൻ സത്യമോ പറയുന്നത്. ഇല്ല, സേതു എവിടെയാന്ന് എനിക്കറിയില്ല. ഓ ഓ, ദേ അടുത്തത്. ഇതേത് പിശാചാണാവോ? എന്താ? അതെ, സേതുനാഥൻ തന്നെയാ. എന്താ വേണ്ടിയേ? ആട്ടെ, നിങ്ങൾ എവിടുന്ന്? ഓ, മലയാള ഭൂമി. മലയാള ഭൂമി. ഓ, മനസ്സിലായി മനസ്സിലായി. ഇവിടെ ഇനി നിങ്ങളുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആ, വന്നോളൂ വന്നോളൂ. ഓ, ഒരു നോവൽ എഴുതിയെന്ന് വെച്ച് മനുഷ്യന് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ അല്ലേ? ഇനിയെങ്കിലും ഒന്ന് പറയട്ടാ, അദ്ദേഹം എവിടെയാ ഉള്ളത്? നന്നനാ. അറിയാം, പറയാത്തതാ. പറയൂ സ്വാമിയേട്ടാ. പ്രിയമുള്ള മാധ്യമ സഹോദരി സഹോദരന്മാരെ, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സത്യം തുറന്നു പറയാം. സേതുനാഥിനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലമേ ബാക്കിയുള്ളൂ. അതെവിടെയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. സ്വാമിയേ, ദൈവമേ, സ്റ്റോപ്പ് പ്ലീസ്. അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അവാർഡ് കിട്ടിയപ്പോ എന്ത് തോന്നി? അവാർഡ് തുക എന്ത് ചെയ്യാനാണ് സാറിന്റെ ഉദ്ദേശം? ഈ നോവൽ എഴുതാനുള്ള പ്രചോദനം? പ്ലീസ് ക്ഷമിക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ ഞാൻ എന്റെ അച്ഛനമ്മമാരുടെ ഓർമ്മകളുമായി മറ്റൊരു ലോകത്താണ്. പ്ലീസ് പ്ലീസ് ലീവ് മീ അലോൺ. ഒരുപാട് അലഞ്ഞിട്ടാ സാറിനെ ഒന്ന് കണ്ടുകിട്ടിയത്. ഒരു ഇന്റർവ്യൂ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. അപേക്ഷയാണ്. എവിടെയാള്? ആരാ സർ? നിങ്ങളെ ഇങ്ങോട്ട് കൊടുന്ന ആളെ. എടോ സ്വാമി. ഈശ്വര, കണ്ടെന്നാ തോന്നുന്നു. എടോ സ്വാമി. ഓ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ പാടോ.
എന്താടോ റിപ്പോർട്ടേഴ്സ്. അത് മനസ്സിലായി. ഇങ്ങോട്ട് ആരെയും കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞതല്ലേ. ഞാനാരെയും കൊണ്ടുവന്നാൽ എന്നെ അവര് കൊണ്ടുവന്ന് ഇപ്പൊ സമാധാനമായല്ലോ. സർ പ്ലീസ്, എന്തായാലും ഞങ്ങൾ ഇവിടെ വരെ വന്നു. സാർ ആ വിളക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കത്തിച്ചാൽ. കത്തിക്കണമെന്നില്ല, കത്തിക്കണായിട്ടൊന്ന് ആക്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഫോട്ടോ. അങ്ങനെ നിന്ന് കയറാൻ ഞാനൊരു മോഡലൊന്നും അല്ലല്ലോ അനിയ. എന്റെ അച്ഛനമ്മമാരുടെ കുഴിമാടത്തിൽ വിളക്ക് വെക്കുന്ന ഫോട്ടോ നിങ്ങൾക്കൊരു ബിസിനസ് ആയിരിക്കാം, പക്ഷെ എനിക്കത് അങ്ങനെയല്ല. സർ 1 മിനിറ്റ്. തന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ദയവായിട്ട് ഇവിടെ വെച്ചെടുത്ത ഫോട്ടോസ് ക്ലിപ്പിംഗ്സോ നാളത്തെ ഒരു പത്രത്തിലോ TV ചാനലോ വരാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുള്ള കാര്യം. എന്തൊരു ജാട. അതെ സാറേ, ഏതോ ഒരു അവാർഡ് കിട്ടിയതിന്റെ അഹങ്കാരം കൊണ്ട് ഞങ്ങളുടെ മെക്കെട്ട് കയറണ്ട. ഞങ്ങളെ പിണക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇത്തിരി അഹങ്കാരം കൊണ്ട് തന്നെ കൂട്ടിക്കോ മക്കളെ. ഇന്നലെ വരെ നിങ്ങളുടെ തൂലികത്തുമ്പില് ഈ സേതുനാഥ് ആരും ആയിരുന്നില്ല. പക്ഷെ കവിതകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് എൻകറേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ആരും ഉണ്ടായിരുന്നില്ല, ഒരു പത്രക്കാരൻ. പിന്നെ ഇപ്പോഴെന്തത്ര തിരക്ക്. ഓ, അവാർഡ്. പ്രസാധകർക്ക് കൺസെന്റ് കൊടുത്തു എന്നല്ലാതെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവാർഡിന് അയച്ചത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി. സേതുനാഥന്റെ എഴുത്തു കൊള്ളാന്ന് സായിപ്പ് പറഞ്ഞു. സായിപ്പ് പറഞ്ഞപ്പോഴാണ് നമുക്കും ബോധിച്ചത്, അല്ലടോ? സോ എനിക്ക് നിങ്ങളുടെ പബ്ലിസിറ്റി ആവശ്യമില്ല. അതൊന്നും കണ്ടോണ്ടല്ല ഞാൻ എഴുതുന്നത്. ഞാൻ എന്തിനെഴുതുന്നെന്നോ എഴുതിക്കുന്ന ശക്തി ഏതാണെന്നോ എനിക്ക് പോലും അറിയില്ല. അതൊന്നും കണ്ടെത്താനോ എഴുതാനോ ഒന്നും നിങ്ങളെ കൊണ്ടുപോവില്ല. വരട്ടെ. നോവൽ ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് പോലും അയാൾക്ക് അറിയില്ല അത്രേ. എന്താ അങ്ങനെ ആയിക്കൂടാന്നുണ്ടോ? ഓഹോ, അനു ഇപ്പോഴും ആയിക്കൊണ്ട് ബാധിക്കുവാണോ? യെസ്. എന്തായാലും സേതു സാറിന്റെ ഇന്റർവ്യൂ ഞാൻ എടുക്കും. ആസ് എ ബിസിനസ് മാൻ, ആസ് എ റൈറ്റർ, ആസ് എ ഹ്യൂമൻ ബീങ്. സാഹിത്യകാരൻ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അതാ ഇതിലുണ്ട്. അവാർഡിന്റെ അഹന്തയോ അതോ വിവരക്കേടോ? അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയ വാർത്തയാ ഫോട്ടോഗ്രാഫറെ പിടിച്ച് തള്ളിയത്. തള്ളി എന്നുള്ളത് പത്രത്തിൽ വന്നപ്പോ തല്ലി നയെന്ന് മാത്രം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ചട്ടമ്പിത്തരം കാണിച്ചു വെച്ച് മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് ഇങ്ങനെ പോസ് ചെയ്തിരുന്നെങ്കിൽ ഉഗ്രം ഫോട്ടോയും അടിപൊളി റൈറ്റപ്പും പത്രത്തിൽ വന്നാനെ. എനിക്കെന്താ, ജനങ്ങൾ വിചാരിച്ചോട്ടെ അവാർഡ് കിട്ടിയത് ഏതോ കവലച്ചട്ടപ്പിക്കാണെന്ന്. ഇനി മലയാള ഭൂമിയിൽ എന്താ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നോക്കാം. അതിന്റെ ഫോട്ടോഗ്രാഫറെയാ തള്ളിയത് തല്ലാക്കിയോ അതോ ഇനി മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നാണോ? സേതുനാഥൻ. അയ്യോ ഇല്ല, ഇതിലങ്ങനെ വാർത്തയേ ഇല്ല. ഇല്ല, അവാർഡ് കിട്ടിയ വാർത്ത മാത്രമേ ഉള്ളൂ. തല്ല് പ്രശ്നം സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇനി ഇത് ഇവിടത്തേക്ക് വേണ്ടി മാത്രം പ്രിന്റ് ചെയ്താണോ ഈ പത്രം? ഹായ്, ഞാൻ മലയാള ഭൂമിന്നാ. മനസ്സിലായി. ആട്ടെ, ആ വാർത്ത നിങ്ങൾ എന്താ കൊടുക്കാഞ്ഞത്? വാർത്ത വന്നിട്ടുണ്ട് സർ. സേതുനാഥനെ കോമൺവെൽത്ത് അവാർഡിന്. നല്ല ബോൾഡ് ലെറ്ററില്ല. ഞാൻ പറഞ്ഞത് ആ വാർത്തയല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ തല്ലിയ കാര്യം. ഞങ്ങൾ എത്ര ചീപ്പല്ലെങ്കിലേ. സേതുനാഥ് സാറിനെ പോലെ മഹാനായ ഒരു എഴുത്തുകാരന്റെ അനുഭവങ്ങൾ വായനക്കാർക്ക് പകർന്നു കൊടുക്കുക. അതാ ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ അപ്പൊ വിവരമുണ്ട്. അതിനൊരു ഇന്റർവ്യൂ. ഓ, അതാണല്ലേ കാര്യം. രാവിലെ 2-3 പേർക്ക് ഇന്റർവ്യൂവും ചായയും കൊടുത്താ വിട്ടത്. ഇപ്പൊ പുതിയ ഇന്റർവ്യൂ റെഡി ആയിട്ടുണ്ടാവും. ഇരിക്കൂ. കളിയാക്കല്ലേ അങ്കിളെ. അങ്കിള് വിചാരിച്ച നടക്കും. എനിക്കറിയാം. എന്നാര് പറഞ്ഞു? ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്നു. പക്ഷേ ഇവിടെ ആ സ്ത്രീ എന്താ ഞാൻ പറഞ്ഞത് സത്യല്ലേ? ഒക്കെ അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ. പക്ഷെ എന്നെ അംഗീകരിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. എന്താണോ ചെടുങ്ങുന്നത്? അല്ല, അംഗീകാരം ഇതാരാ? ഏതോ ഒരു ഭൂമിന്നാ. ആരാ? ഞാൻ അനീസ, മലയാള ഭൂമി. ഓ, മനസ്സിലായി. എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ ഇന്നലെ ന്യൂസ് തന്നതല്ലേ. നിങ്ങൾ മാത്രം എന്താ മിസ് ചെയ്തത്? അംഗീകാരത്തിന്റെ ഈ നാളുകളിൽ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഞങ്ങളുടെ പത്രത്തിലൂടെ ഉണ്ടാവതെന്നൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് സേതുനാഥ് എന്ന ഈ മഹാപ്രതിഭ. ഒരുപാട് പുകഴ്ത്തണ്ട. അങ്ങനെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ നീ ആരാ? എന്റെ ഭാര്യയോ അതോ കാമുകയോ? സർ, ഞാൻ വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട, പ്രത്യേകിച്ച് ഒരു പത്രക്കാരന്റെ. സർ പ്ലീസ്, അങ്ങ് തെറ്റിദ്ധരിച്ചു. സോറി, ഇനി ഈ പ്രശ്നത്തിൽ കൂടുതലൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ സർ,
ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങയുടെ മനസ്സ് മാറുമ്പോ ഞാൻ വന്ന് കണ്ടോളാം. ഓ എന്താണോ ഇത്? അതൊരു പാവം കുട്ടിയാണ്. അവള് പറഞ്ഞ സത്യമായിരിക്കും. അതുകൊണ്ടാവും ആ പത്രത്തിൽ മാത്രം അങ്ങനെ ഒരു ന്യൂസ് വരാതെ പോയത്. രാവിലെ ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നീ ഇന്ന് ലീവിലാണെന്ന്. അപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചിരിക്കുമെന്ന്. എന്നിട്ട് എന്തായി? ഇന്റർവ്യൂ കിട്ടിയോ? സേതുനാഥ് ആസ് എ ബിസിനസ്മാൻ, ആസ് എ റൈറ്റർ, ആസ് എ ഹ്യൂമൻ ബീയിങ് അയാൾ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തു അല്ലേ? അയാൾക്കെതിരെ ഞാൻ കൊടുത്ത റിപ്പോർട്ട് പിൻവലിപ്പിക്കാൻ ഒരുപാട് വാദിച്ചല്ലോ. ഇപ്പൊ മനസ്സിലായോ? വാഗർ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? നിനക്കിന്ന് വല്ല എൻഗേജ്മെന്റ് ഉണ്ടോ? എന്താ കാര്യം? ഇന്ന് ഈവനിങ്ങിൽ നമുക്കൊരു ഫംഗ്ഷൻ കവർ ചെയ്യണം. എവിടെ? അതിപ്പം നീ അറിയണ്ട. ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു അസൈൻമെന്റ് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടേക്കാ നീ പോകുന്നത്? അതൊന്നും നീ അറിയണ്ട. എന്നോടൊപ്പം നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? എവിടേക്കാന്ന് പറഞ്ഞാ വരാം, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും പോകുന്നില്ല. കേറ്, ഓഫീസിൽ പോ. ഞാൻ വരുന്നില്ല. ലക്ഷ്മൺ പൊയ്ക്കോളൂ. ഓ, ഇപ്പൊ മനസ്സിലായി എന്നോട് പറയാൻ പറ്റാത്തതിന്റെ കാരണം. സേതുനാഥുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? ആവാം. എങ്കിലേ അങ്ങനെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ എന്നെ കിട്ടില്ല. വേണ്ട, യു ക്യാൻ ഗോ. അനു, കമോൺ, വണ്ടി കയറ്. എനിക്ക് നിന്നിൽ ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? യെസ്, ബട്ട് നോട്ട് നൗ, ആഫ്റ്റർ മാരേജ്. അനു, ഡു യു ലവ് ഹിം? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് അയാളോട് പ്രേമാണോന്ന്? മേ ബി, ആയിരിക്കാം, എനിക്കറിയില്ല. അനു, നീ ഇപ്പൊ പറഞ്ഞത് സ്വഭാവത്തോടെ തന്നെയാണോ? യെസ്. യു ആർ എ ചീറ്റ്. പോയിക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ. ഹൂ കെയർസ്? ഗോ ടു ഹെൽ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ അനാഥാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിന്ന്. നിങ്ങൾ കാണാത്ത, നിങ്ങൾ അറിയാത്ത ഒരു രക്ഷിതാവുണ്ട് നമുക്ക്. ഈ അനാഥാലയത്തിന്റെ നാഥൻ സേതുനാഥ്. അദ്ദേഹത്തിന് ലോകപ്രസിദ്ധമായ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. നമ്മോടൊപ്പമാണ് ആ വിജയം ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഈ അനാഥാലയത്തിലെ കുട്ടികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഞങ്ങളുടെയും ഒക്കെ സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏതായാലും ഞാൻ അധികം നീട്ടുന്നില്ല. അടുത്തതായി ഉപകാര സമർപ്പണം. സ്നേഹോപകാരം സമർപ്പിക്കാനായി നിങ്ങളെപ്പോലെ ഈ അനാഥാലയത്തിൽ വളർന്നു പഠിച്ച് ഇപ്പോൾ അറിയപ്പെടുന്ന ജേർണലിസ്റ്റായി നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയ അനീസ എന്ന അനൂനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമാണിത്. ഇത്രയും സന്തോഷകരമായ നിമിഷം വേറെ ഉണ്ടായെന്ന് വരില്ല. തെരുവിന്റെ ഏതോ ഒരു മൂലയിൽ ആരോ ഉപേക്ഷിച്ചു പോയ കുഞ്ഞായിരുന്നു ഞാൻ. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഇവിടെയായിരുന്നു. ഈ അനാഥാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ എന്നെപ്പോലെ ഒരുപാട് സങ്കടങ്ങളുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ. അന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഈശ്വരന്റെ രൂപത്തെക്കുറിച്ച്. അനാഥാലയത്തിൽ ഞങ്ങളുടെ അന്നമായും അറിവായും വസ്ത്രമായും വിശേഷ ദിവസങ്ങളിലെ മധുര പലഹാരങ്ങളായും എത്തുന്ന ആ രൂപത്തെക്കുറിച്ച്. പിന്നെ എപ്പോഴോ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അനാഥരായി ഞങ്ങളെ സനാഥരാക്കിയ ആ വലിയ മനസ്സിനെ, ഞങ്ങൾ അറിയാത്ത ഞങ്ങളുടെ രക്ഷിതാവിനെ. സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഈ ജീവിതം കൊണ്ട് തീർത്താൽ തീരാത്ത കടപ്പാടും. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു.
പൂജാമുറിയിലെ ഈശ്വരന്മാരുടെ ചിത്രങ്ങൾക്കൊപ്പം അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കുട്ടി, ഞാനും ഒരു അനാഥന. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവൻ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവൻ. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, ഞാൻ പറയേണ്ടത്. ചോദിച്ചോളൂ. അനുഭവിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ മനസ്സിലിപ്പോ തെളിയ. ചോദിച്ചോളൂ. അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായ അങ്ങ് പെട്ടെന്നൊരു എഴുത്തുകാരനായി അംഗീകരിക്കപ്പെടുക. പലർക്കും ഇപ്പോഴും അതത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല. യെസ്, ഐ നോ. അവഗണിച്ചവർക്കൊക്കെ അങ്ങയുടെ ഈ ഒരു അംഗീകാരം ഒരു തിരിച്ചടിയായി പോയി. സത്യം പറഞ്ഞ ഞാനും സാറിനെ തെറ്റിദ്ധരിച്ചു. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനതൊന്നും ശ്രദ്ധിക്കാറേയില്ല. തിരിഞ്ഞു നോക്കാതെയുള്ളൊരു യാത്ര എന്റേത്. പലതും നഷ്ടപ്പെട്ടവൻ, പലയിടത്തും ഒരുപാട് വൈകിയെത്തിയവൻ. സർ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട എഴുത്തുകാരനാണ് അങ്ങ്. സത്യം എന്താണെന്ന് ജനങ്ങൾ അറിയണം. ഒരു റൈറ്റർ ആവാനുള്ള സാഹചര്യം, ഈ നോവൽ എഴുതാനുള്ള പ്രചോദനം ഒക്കെ ഒന്ന് പറയാമോ? അനുഭവങ്ങൾ, ഹൃദയത്തെ തൊട്ടുണർത്തിയ സ്നേഹനൊമ്പരങ്ങൾ. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. അപ്പോ ഇതുവരെ ആരെയും കിട്ടിയില്ല അല്ലേ? ഇല്ല സർ, പല സിംഗേഴ്സും ബിസിയാ, സിനിമയും സീരിയലും ഒക്കെ ആയിട്ട്. പിന്നെ ചിത്രയും സുജാതയും ഫോറിൻ ടൂറിലും. എനിക്ക് വേണ്ടതൊരു പുതിയ വോയിസാ. ഈ ആഡിന്റെ ജിങ്കിൾ പാടാൻ അതാ നല്ലത്. പിന്നെ കമ്പനിക്കാർക്കും സമ്മതം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം സർ. പുതിയ സിംഗേഴ്സ് എന്ന് പറയുമ്പോ ഗാനമേള ട്രൂപ്പുകാരുമായിട്ടോ ചാനലുകാരുമായിട്ടോ ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം. നിക്ക് ഇതിന്റെ പേരും പറഞ്ഞ് 2-3 ദിവസം മുങ്ങി നടക്കലടാ പൂത്തക്കോട. ഞാനൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാലോ? പറഞ്ഞോളൂ. കുംഭരാശിയിലാണ് ജനനം, ലഗ്നത്തിൽ മറ്റവനാ വ്യാഴം. കുംഭവും ലഗ്നൊക്കെ അവിടെ നിൽക്കട്ടെ പറ്റേ. കുട്ടി ആരാണെന്ന് പറ. നമ്മുടെ നൂപുര മ്യൂസിക് അക്കാഡമിയിലെയാ. അവിടുത്തെ കനകാമ്പാൾ നല്ല കുട്ടിയാ. ചെറിയ കുട്ടിയാ? ചെറുതാണോന്ന് ചോദിച്ചാ ഒരു 20, കുറച്ചും കൂടി കുട്ടിക്കോളൂ. 25, കുറച്ചും കൂടി കുട്ടിക്കോളൂ. 30, ഒരു ലേശം കൂടി കുട്ടിക്കോ. 50-55 വയസ്സ്. സാറിന് മനസ്സിലായില്ലേ? സ്വാമിയുടെ ഒരു പഴയ ചുറ്റിക്കളിയാ കക്ഷി. അങ്ങനൊന്നുമില്ല, എനിക്കിട്ട് പോരണില്ലടോ. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് വിളിക്കാം. കനകാമ്പാളിനെയോ? അല്ല, തന്റെ ഭാര്യ. എന്തിനാ? കനകാമ്പാളിനെ കൊണ്ടേ ഒന്ന് പാടിക്കട്ടേന്ന് ചോദിച്ചു. വേണ്ട സതു, വേണ്ട. കുടുംബകലം ഉണ്ടാക്കരുത്. ഒന്ന് മാറ് സ്വാമി. എടാ പൂത്തേ, വേണ്ടാന്നൊന്ന് പറയടാ. പിന്നെ സ്വാമി പറഞ്ഞോ എന്തിന്? വേണ്ട സതു, പാടിക്കേ വേണ്ട. മാപ്പ്. കനകാമ്പാൾ, ഇതെന്താ ഭക്തിഗാനമേളയാ? കനകാമ്പാളുടെ സർ, ഞാനപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഹലോ. സേതു സർ, ഈ നമ്പറൊക്കെ ഓർമ്മയുണ്ടോ? സന്തോഷം. പിന്നെന്താ പ്രത്യേകിച്ച്? ഒരു പുതിയ സിംഗറെ വേണം. ഞങ്ങളുടെ ആഡിന് പാടാനാ. അതെ, ഫീമെയിൽ വോയിസ്. നല്ല ടാലന്റ് ഉള്ള പുതിയ ആരെങ്കിലും. ജയചന്ദ്രനാകുമ്പോ അറിയാലോ. ഉടനെ വേണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. ഉടനെന്ന് പറഞ്ഞാ പെട്ടെന്നൊരു പേരും ഓർമ്മയിൽ വരുന്നില്ലല്ലോ. എന്താ ചെയ്യുക? നോക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? ചേട്ടാ. എന്താ ചെയ്യാൻ? ഒരാളുണ്ട് എന്നോടൊപ്പം 1-2 സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടിയാ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ കുട്ടിയുടെ പേര്? പ്രിയ നന്ദിനി. രക്ഷിക്കണേ, ഈ ടേക്കെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. അധ്വാനിക്കും പാവങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വീണ്ടും തേടും സമ്പന്നർക്കും ആശ്രയമീ ലോട്ടറി, സർക്കാർ ലോട്ടറി. എന്താ ഇത്? എത്രാമത്തെ ടേക്കാന്നറിയാമോ? ഇയാളെ കൊണ്ട് തോറ്റ് വൃത്തികെട്ടവൻ. സർ, രണ്ടാമത്തെ ലൈൻ കഴിയുമ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഋതം കിട്ടണില്ല. അതുകൊള്ള താൻ എന്നെ പഠിപ്പിക്കാൻ ഈ മൊട്ടത്തല ഇതാ ഈ ന്യൂ കമേഴ്സിനൊക്കെ വിളിച്ചാലുള്ള കുഴപ്പം.
ഈ പാവത്തിന് എന്തിനായി ദുഷ്ട ഇങ്ങനെ ആ, ഞാൻ പാടി കേൾപ്പിച്ചതല്ലേ, അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആ ചിത്രയോ സുജാതയോ ആയിരുന്നെങ്കിൽ- ആ, എന്താ പ്രശ്നം? അതിന് ഋതം കിട്ടുന്നില്ല. പുതിയ ആളാണെന്നുള്ള ബോധമൊന്നുമില്ല. പാടുന്നതിന് വരെ നമ്മളെ പഠിപ്പിക്കുക. ഇത് 5ാമത്തെ ടേക്കാ. എന്താ കുട്ടി? സർ, തേർഡ് ലൈൻ ബിഗിൻ ചെയ്യുമ്പോ എന്തോ ചെറിയൊരു ജക്ക്, ഒരു കൺഫ്യൂഷൻ. ശരി ശരി, നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? നോക്കാം സർ. നോക്കണമെങ്കിൽ നോക്കാം. ആ, റെക്കോർഡ് ചെയ്യാൻ പറ്റും. സർ. ഓക്കെ, 1 2 3 4. അധ്വാനിക്കും പാവങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വീണ്ടും തേടും സമ്പന്നർക്കും ആശ്രയമീ ലോട്ടറി, സർക്കാർ ലോട്ടറി. സർക്കാർ ലോട്ടറി. ഇതാ പ്രശ്നം. ലിറിക്സും തന്നെ. ആ, ഇതാ കുട്ടിയുടെ പ്രശ്നമല്ല. വെറുതെ അതിനെ പീഡിപ്പിച്ചിട്ട് എന്താ കാര്യം? ലിറിക്സിന്റെ പ്രോബ്ലം. ദാ ഈ വരികളൊന്ന് റീഅറേഞ്ച് ചെയ്താ പോരെ, ജർക്ക് മാറി കിട്ടില്ലേ? റീഅറേഞ്ച് ചെയ്ത് അങ്ങ് പാടിച്ചില്ല, ലതാ മങ്കേഷ്കറാക്കും. നമുക്കിപ്പം കാണാം. ഇത് വെച്ചൊന്ന് നോക്കി, കുഴപ്പമുണ്ടാവില്ല. 1 2 3. കുട്ടി, 3ാമത്തെ വരി ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. ആശ്രയമീ ലോട്ടറി, സർക്കാർ ലോട്ടറി എന്നതിന് പകരം ആശ്രയമീ ലോട്ടറി, കേരള സർക്കാർ ലോട്ടറി. മനസ്സിലായോ? കേരള സർക്കാർ ലോട്ടറി. റിഹേഴ്സൽ നോക്കണോ? വേണ്ട, ടേക്ക് പോകാം സർ. ആ, ഓക്കെ, ടേക്ക് 1 2 3 4. അധ്വാനിക്കും പാവങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വീണ്ടും തേടും സമ്പന്നർക്കും ആശ്രയമീ ലോട്ടറി, കേരള സർക്കാർ ലോട്ടറി. ഹരിത, പെരിയാർ, ഭാഗ്യധാര, ചൈതന്യ, കൈരളി, സൗഭാഗ്യ, നമ്മുടെയാണീ കേരള സർക്കാർ ലോട്ടറി. നഷ്ടപ്പെടാനൊരു 10ന്റെ നോട്ട്, നേടുവാനോ ദശലക്ഷങ്ങൾ. നാടിൻ പുരോഗതി, നാട്ടാർക്കു നന്മ, എന്നും നമുക്കെത്ര സുഖമുള്ളൊരോർമ്മ. ആ, ഓക്കെ ഓക്കെ. അയ്യോ, അതിനു മുമ്പ് പോയോ? സ്വാമി പോണ്ടേ? ഒരു സെക്കൻഡ്. സ്വാമി എന്നെയും കൂടെ ഒന്ന് വണ്ടി കൊണ്ടുപോകും. ചേട്ടാ, നീ എന്തിനാ എന്റെ കൂടെ വരുന്നേ? ഞാൻ ബിസിയാ. നീ ബസ് കയറി എങ്ങോട്ടെങ്കിലും പോ. ഓ, കഷ്ടായി. ഹേയ്, നന്നായി, പാട്ട് അസലായി. പക്ഷെ ഒരു താങ്ക്സ് പറയാൻ കൂടി. ഓ, എന്തിനാ താങ്ക്സ് പറയുന്നത്? എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതല്ല, നിങ്ങളുടെ MD-യോട് ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ലല്ലോ. അതാണോ? ശരിക്കാടാ. സേവ് സാർ അങ്ങനെയാ. കൊടുങ്കാറ്റല്ലയോ കൊടുങ്കാറ്റ്, വരുന്നതും പോകുന്നതും അറിയില്ല. ഇരിക്കാതെ. ദൈവമേ, എത്ര നേരായി. ഫോൺ അടിച്ചാലും അറിയില്ല, വിളിച്ചാലും കേൾക്കില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോളെ മോളെ മോളെ. ആരാമേ? മ്യൂസിക് ഡയറക്ടർ സൂര്യനാരായണൻ. അല്ല, സെക്രട്ടറിയാ. ഹലോ ഹലോ, അതെ, പ്രിയനന്ദിനിയോ? എന്നെയോ? എവിടെ? ഓക്കെ, ആ, ഉടനെ എത്താം. ഓക്കെ. ഈ പെണ്ണിനെന്താ വട്ടുപിടിച്ചോ? മനസ്സിലായില്ലേ? സൂര്യനാരായണൻ, ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന്. അതിന് നീ എന്തിനാ ഇങ്ങനെയാണെന്ന് തുള്ളുന്നേ? എന്റെ അമ്മേ, അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടുകയെന്ന് വെച്ചാൽ മഹാഭാഗ്യമല്ലേ. ഉടനെ ചെന്ന് കാണണമെന്ന് 10:30 മണിക്ക് മുമ്പ് നമുക്ക് പോവാമേ. അയ്യോ, ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ OP ഡേയാ.
അതുമല്ല 1-2 ഇമ്പോർട്ടന്റ് കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. മാറ്റിവെക്കാൻ പറ്റില്ല. അമ്മേ, നീ നിന്റെ കൂട്ടുകാരികൾ ആരെങ്കിലും കൊണ്ടുപോയിക്കോ. ആ, ആനി ഫ്രീ ആണോ എന്ന് ചോദിക്കേ. എന്റെ പൊന്നമ്മേല്ലേ. പറ്റാഞ്ഞിട്ടല്ലേടാ കുട്ടാ, നീ പോയിട്ട് വാ. ഓക്കെ, പോ. ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. അന്ന് ആഡ് കമ്പനിയുടെ MD സേതുനാഥ് സാർ ഇല്ലായിരുന്നെങ്കിലേ എന്റെ കാര്യം പോക്കായിരുന്നു. പിന്നെ ഒരു 100ാമത്തെ തവണ ഞാനിത് കേൾക്കുന്നത്. ഒരു MD ഒന്നുകൂടെ കേട്ടെന്ന് ഒരു കുഴപ്പമില്ല. സേതുനാഥ് എന്തൊരു ക്യാരക്ടറാ. നൈസ്, ഹാൻസം. ആ ജംഗിള് പാടിയ ശേഷം നിനക്കെന്തോ വട്ട പിടിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ആ, നിന്റെ ഒരു വിധി. അങ്ങോട്ട് പറ്റുവെക്ക്. എന്താ സാർ ഇങ്ങനെ പോയിട്ട് ഇത്തിരി അർജന്റ് കാര്യമുള്ളതാ. പ്ലീസ്. ഞങ്ങൾക്ക് ഒത്തിരി അർജന്റ് ഉണ്ട്. ഏത് സമയത്താണോ നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? ലൈസൻസ് ഉണ്ടോ? ഇല്ല. അല്ലേ മോളെ? അതെ അതെ, ലൈസൻസ് ഇല്ല. ബുക്കും പേപ്പറും എടുക്കാൻ മറന്നുപോയി അല്ലേ ആനിക്കുട്ടി? അത് ഇന്നലെ എടുക്കാൻ മറന്നുപോയി. ഇൻഷുറൻസ്, പൊല്യൂഷൻ ടെസ്റ്റ് ഒന്നുമില്ല സാർ, അതുകൊണ്ടാ ചോദിക്കണേ. ഞങ്ങള് പോയിക്കോട്ടെ. ആള് കൊള്ളാമല്ലോ. താങ്ക് യു സർ. പൊയ്ക്കോട്ടെ. കേറി. എന്ത് നല്ല ചേട്ടന്. പോലീസുകാരായ ഇങ്ങനെ വേണം. നൈസ് ബോയ്. അതെ അതെ. വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചേക്കു. പ്ലീസ് പോലീസ് ചേട്ടാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേ സാറിനോട് പറഞ്ഞാ മതി. ലൈസൻസും ഇല്ല, കറക്റ്റ് ആയിട്ട് പേപ്പേഴ്സും ഇല്ല, പിന്നെ എന്തിനാണ് വണ്ടി റോഡിൽ ഇറക്കുന്നത്? സാർ അത് പിന്നെ ഇല്ല, നോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങോട്ട് മാറിക്കണം. ആ കടുവയുടെ മുന്നിൽ പെടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കടന്ന് അകത്ത് കേട്ടില്ലേ? വണ്ടി വിളിച്ചിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം. ഈ പോലീസുകാർ എന്താടി നന്നാവാത്തെ? അങ്ങോട്ട് ഇങ്ങോട്ട്. നിന്റെ സ്വഭാവത്തിനെ ഇവരൊക്കെ തന്നെയാ വേണ്ടത്. പെട്ടെന്ന് പോവാം. 10:30 മുമ്പ് എത്തിയില്ലെങ്കിൽ ഭാഗ്യത്തിന് ഇന്ന് എന്തായാലും ഹർത്താലില്ല. ഓട്ടോ ഓട്ടോ. അയ്യോ, എന്തായി സമയം? 10:30 മണിക്ക് അധിക സമയമില്ല. താരോട്ടോ, അത് നിർത്തുന്ന ലക്ഷണമില്ല. അതിലും ആളുണ്ട്. നിർത്ത്. എന്താ സ്വാമി വണ്ടി ഓടിക്കാൻ സമ്മതിക്കാതെ? പ്രിയ, ഓട്ടോ. അയ്യോ സ്വാമിയെങ്കിൽ ഇപ്പൊ ഓടിയാണോ സാധകം ചെയ്യുന്നത്? സ്വാമികളെ ഒരു ഉപകാരം ചെയ്യോ? എന്താ? ഞങ്ങളെ ആ സൂര്യ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഓ, സൂര്യ പ്ലീസ് അങ്കിളെ. അല്ല, നമുക്ക് ഈ പിള്ളേരെ ഒന്ന് അതിനും 2 കൂടെ ചാടി കയറിയോ ദൈവമേ. എന്തൊക്കെയാണോ ഇനി സംഭവിക്കാൻ പോണ? സോറി. അയ്യോ, സോറി. ഇവളാ തള്ളിയതാ. എന്റെ പണി കളയിക്ക്. മ്യൂസിക് ഡയറക്ടർ സൂര്യനാരായണ സാർ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. അദ്ദേഹത്തെ അറിയോ? പിന്നെ അറിയില്ല. വിടോ വണ്ടി. എനിക്കും അറിയില്ല. വിടൂ വണ്ടി. ഇപ്പോഴും താങ്ക്സ് പറയാൻ പറ്റില്ല. ഓ, പറയാനും തോന്നും. ഇതാണോടി നീ പറഞ്ഞ MT ബെസ്റ്റ് ക്യാരക്ടർ? നൈസ്. എന്താ ഒരു ജാട. നീ വാ. നിനക്ക് കുശുമ്പ. പിന്നെ എടോ പന്ന പട്ടരെ, താൻ എന്തോ വണ്ടി നിർത്തിയ പെൺപിള്ളേരെ കയറ്റിയത്? 2 പാവം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടപ്പോ. 2 പെൺകുട്ടികൾ ഒറ്റയ്ക്ക്. എന്താ അങ്ങനെ പൊക്കൂടെ? ഒന്നുമില്ലല്ലോ, നമ്മുടെ ജിങ്കിള് പാടിയ കുട്ടിയല്ലേ എന്ന് വെച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് താൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തേ തന്റെ നാവ് ഇറങ്ങിപ്പോയോ? വണ്ടി എടുത്തടാ പൂത്തോക്കട. എന്താടോ? അപ്പൊ ഉറപ്പിച്ചു അല്ലേ? എന്ത്? എന്നെ തെറി പറ. കേരളത്തേക്ക് ഇല്ല, ഞാൻ പോവാ. എനിക്ക് മതിയായി. എവിടേക്ക്? തന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്കോ? അവരെല്ലാം മടത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നതാ പൊങ്കാലയിടാൻ. കനകാമ്പാളും ഉണ്ടോ പൊങ്കാലയിടാൻ? എന്താ? ഒന്നുമില്ല അനിലെ, വണ്ടി വിട്. ഈ കനകാമ്പാളുടെ കാര്യം ഇയാളുടെ പെണ്ണുമ്പിള്ളി അറിയിച്ചിട്ട് തന്നെ. അയ്യോ, വണ്ടി വിടാൻ വരട്ടെ. എങ്ങോട്ടാ ഫോൺ ചെയ്യുന്നത്? വീട്ടിലേക്ക്. കനകാമ്പാളുടെ കാര്യം ഞാൻ എങ്ങോട്ടും പോണില്ല. എത്ര തെറി വേണേലും വിളിച്ചോളൂ, ഞാൻ കേട്ടോളാം. പോരെ.
കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? ഞാൻ റെക്കോർഡിംഗിലായിരുന്നു. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ക്യാബിനിൽ AC വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ ഇരുന്നാലോ? നോ പ്രോബ്ലം സർ, വിത്ത് പ്ലഷർ. സോ യു ആർ മിസ് പ്രിയ നന്ദിനി? യെസ് സർ. പ്രിയ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. സർ, ദിസ് മൈ ഫ്രണ്ട് ആനി. നമസ്തേ. ഞാൻ സൂര്യനാരായണൻ. അറിയാം സർ. ഇരിക്കും. എന്തിനാ ഒരു ടെൻഷൻ? റിലാക്സ് ചെയ്തിരുന്നോളൂ. Have it. നോക്കൂ പ്രിയ, സോറി, അങ്ങനെയൊന്നുമില്ല സാർ. ചെറിയൊരു ബിസിനസ്, ജീവിക്കണ്ടേ. വലിയൊരു കലാകാരനായി തീരുമെന്നാ നിന്നെ കുറിച്ച് ഞാൻ കരുതിയത്. ആട്ടെ, ഇപ്പോൾ എഴുതാറുണ്ടോ? ഏയ്, അന്ന് അങ്ങനെ എന്തോ ഒരു പൊട്ടത്തരൊക്കെ എഴുതിന്ന് വെച്ച്. എന്നാ ഞാനങ്ങോട്ട് സമയം പോലെ ഞാൻ വന്ന് കണ്ടോളാം. ഇനി ഇവിടെ നിന്നാ ഞാൻ സർ, പിന്നെ ആഡിന്റെ കോസ്റ്റ്യൂം സെലക്ഷൻ എല്ലാവരും എടുത്തു പറയുന്നത് അതാ. സാറിന്റെ കളർ സെൻസ് അപാരം തന്നെ. എന്റെ അടുത്ത ആഡിന് വേണ്ടിയുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിക്കണമെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുക. മമ്മി പറ്റിയേം തന്നെ ചെയ്യേ ആണോ കേക്കുന്നുണ്ടല്ലേ? ഇതെനിക്ക് മാച്ച് ആണോ സർ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നോട്ട് ബാഡ്. അത് ഞാൻ സുന്ദരി ആയതുകൊണ്ടാ എനിക്ക് ഏത് ഡ്രസ്സും മാച്ച് ആവും. ഇതെങ്ങനെയുണ്ട്? അതായിരിക്കും നിഷയ്ക്ക് കൂടുതൽ ചേരുക. ഔട്ട്ഡോർ ആണെങ്കിൽ പ്രത്യേകിച്ച്. ഫ്രെയിമിന് അതായിരിക്കും കൂടുതൽ ഭംഗി. ക്ഷമിക്കണം സർ, ഇപ്പോഴോർത്തത്. സൂര്യ സർ കാണണമെന്ന് പറഞ്ഞിരുന്നു ഒരു റെക്കോർഡിങ്ങിന്റെ കാര്യത്തിന്. 12:30 മുൻപ് എത്തണം. സോറി പ്രിയ, നിഷ പെട്ടെന്ന്. സാരമില്ല സർ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടോളാം. അന്ന് പറഞ്ഞില്ലേ ഒന്നുകൂടി ശ്രദ്ധിച്ച കുറെ കൂടി നന്നാക്കാമെന്ന്. ഞാൻ ആ പാട്ട് വീണ്ടും പാടി റെക്കോർഡ് ചെയ്തതാ, വിതൗട്ട് ഓർക്കസ്ട്ര. ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ. ഞാനെന്താ ചിരിക്കാത്ത മനുഷ്യനാ? എടോ, ഞാൻ അന്നങ്ങനെ വെറുതെ പറഞ്ഞല്ലേ. എല്ലാവരും പൂഴ്ത്തിയപ്പോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണ്ടെന്ന് കരുതിട്ടാ. അപ്പൊ ഓർക്കുമല്ലോ. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഇഷ്ടമാണല്ലേ? എക്സ്ക്യൂസ് മീ സർ, എനിക്കിപ്പോ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വെയിറ്റ് പോയി ഒരെണ്ണം കൂടി കഴിഞ്ഞാ പിന്നെ സാറിനോട് ചോദിച്ചിട്ട് ചെയ്താ മതി എന്നാ മമ്മി പറഞ്ഞിരിക്കുന്നത്. അത് പോരെ സർ? അത് മതി. എനിക്കിനി സാറിന്റെ ആഡ് മാത്രം ചെയ്താ മതി. ജസ്റ്റ് മിനിറ്റ്. ഹലോ, കുറച്ചു നേരമായാലോടി നീ ആ ക്യാബിനുള്ളിൽ നിന്ന് ശൃംഗാരം തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് ആ ക്യാബിന്റെ പുറത്തു പോവാൻ ഒരു നിമിഷം പോലും വൈകാതെ. എന്താ? നത്തിങ്. നിങ്ങളാരാ? അതൊക്കെ നീ വഴിയെ അറിയും. മേലാൻ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ആവശ്യമില്ലാതെ കയറുകയോ കൊഞ്ചി കൊഴയുകയോ ചെയ്യരുത്. പിന്നെ നീ ജീവിച്ചിരിക്കില്ല. ബി കെയർഫുൾ. ഹലോ ഹലോ. സർ, മമ്മി ആയിരുന്നു. വേഗം ചെല്ലാൻ പറഞ്ഞു. ചെല്ലട്ടെ കേട്ടോ. അപ്പൊ അവളുടെ ശബ്ദം ഒന്ന് കേൾക്കണമായിരുന്നു. മുഖമൊക്കെ തുടുത്ത് പേർത്ത് കുടിച്ച് ആകെ ചമ്മിട്ടുണ്ടാവും. വേണ്ടായിരുന്നു. അവൾക്ക് അത് തന്നെ വേണം. ഓഫീസിൽ വെച്ച് എന്തായിരുന്നു അവളുടെ പെർഫോമൻസ്? സേതു സർ, ഇതെനിക്ക് സ്യൂട്ടാണോ അതോ ഇതാണോ മാച്ച്? ഓ, സാറിന് ഭയങ്കര കളർ സെൻസാ. മിസ് വേൾഡ് ആണെന്ന ഭാവം ആ താടകയ്ക്ക്. ഡയറക്ടർ സാർ മോശമല്ല, അവളുടെ താളത്തിനൊക്കെ തുള്ളാൻ. നിഷയ്ക്ക് ഇതാവും കുറച്ചുകൂടി മാച്ച് ആവുന്നത്. വേണോ? തല്ലി കൊല്ലണ്ടതോ. സേതുവിനെയോ? അവളെ, ആ മോഡൽ ശൃംഗാരിയെ. നിനക്ക് എന്ത് പറ്റി? നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അപ്പോഴൊക്കെ എൻഗേജ്ഡാ. നീ എന്തിനാ വെറുതെ സേതുവിനെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കവിത, സംഗീതം, അങ്ങനെ ഒരുപാട്. അതൊന്നും അമ്മ അറിയണ്ട. ഓക്കെ, ഞാനില്ല നിന്റെ കാര്യത്തിനൊന്നും. മേ ബി ഇനി അവള് വിളിച്ചതാവോ? അയാൾ ബിസി ആയിരിക്കും. വലിയ ബിസിനസ്മാൻ അല്ലേ?
അല്ലാതെ കണ്ട പെമ്പിള്ളാരോടൊക്കെ കൊച്ചു വർത്താനം പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അവൾ ഷീസ് എ ഫ്ലേർട്ട്. അവളെ വിശ്വസിച്ചൂടാ. ആ അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഐഡിയ. 98470. അമ്മേദേ, അവളുടെ ഫോണും എൻഗേജ്ഡാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ? അവള് വിളിക്കായിരിക്കും. അമ്മയല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന്? ദേ എനിക്ക് കുറച്ച് റെഫർ ചെയ്യാനുണ്ട്, നീ ഒന്ന് പോയേ. നിനക്ക് ആഹാരം വേണ്ട, എന്നെ കൈകഴുകാനും സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ എന്തോ ആയിക്കോട്ടെ, നിനക്കെന്താ? അത് തന്നെ. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ഈ പെണ്ണിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ബട്ട് ഐ വിൽ ടീച്ച് ഹർ. പ്രിയേ, നിനക്ക് എന്താ പറ്റിയത്? അയ്യോ സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമി എന്തോ നട പൂത്തക്കോട കണക്ക് മുഴുവൻ തെറ്റിച്ചല്ലോ താൻ. കുഞ്ഞമ്മാവൻ ഏത് കുഞ്ഞമ്മാവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇറങ്ങാനാണെന്താ പുലിയാന്നോ? അതേടോ അയ്യോ പുലിയ. സാക്ഷാൽ പുലിവാഹനെ കണ്ടിട്ടുള്ള വരവാ. സ്വാമിയേ എന്തോ തന്നെ അല്ലടോ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പ. അതല്ലടോ, തന്നെയാ വിളിച്ചത്. എന്തോ? എന്റെ അനുദ്രവനെ മുടിപ്പിക്കാൻ താൻ പിന്നെ ഇവിടെ കൂടിയിരിക്കുകയല്ലേ? മുടിപ്പിക്കാനായിട്ട് കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുമല്ലയോ? എന്താണോ പറഞ്ഞേ? എന്റെ അനുദ്രവനെ ഞാൻ മുടിപ്പിക്കുമെന്നോ? ഇനി എന്നാണാവോ മടക്കം? മടങ്ങാൻ ഇനിയും 10-28 കൊല്ലം ബാക്കിയുണ്ടെന്ന് ആ രാമചന്ദ്രൻ ജോത്സ്യര് പറഞ്ഞത്. അയ്യോ അതെ, കുഞ്ഞമ്മാവൻ ഇവിടുന്ന് മടങ്ങുന്ന എന്നാണെന്നാണ് ചോദിച്ചത്. മനസ്സിലാവാഞ്ഞിട്ടല്ലടോ, ഇതെന്റെ അനുദ്രവന്റെ വീടാ. എപ്പ വരണം എപ്പ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. മോനെ സേതു. എന്താ കുഞ്ഞമ്മാവ, ശബരിമലയ്ക്ക് പോവാന്ന് പറഞ്ഞ് ഇത്ര പെട്ടെന്ന് എത്തിയോ? ഈ ആസാമി പറഞ്ഞത് താൻ കേട്ടോ? കേട്ടു. എന്താ സാമി ഇത്? ദേ മെയിലിൽ എന്റെ കുഞ്ഞമ്മാവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ തന്നെ ഇവിടെ നിന്ന് കെട്ടിക്ക് ഞാൻ. ഇത് മതിയോ? തൽക്കാലം ഇത് മതി. എവിടെയായിരുന്നു ഇതുവരെ? 41 ദിവസം കഠിന വ്രതം. മല ചവിട്ടി ഇറങ്ങിയാൽ ആദ്യം പ്രസാദം തരേണ്ടത് നിനക്കാണല്ലോ. അരവണ പായസം. ഇനി ഒന്ന് കുളിക്കണം, വ്രതം മുറിക്കണം. ഉണ്ടല്ലോ എപ്പോഴേ റെഡി. സ്വാമി കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്ക്. സ്വാമി എന്താ? കുഞ്ഞമ്മാവൻ പറഞ്ഞു കേട്ടില്ലേ, കുറച്ച് വെള്ളം ചൂടാക്കാൻ. കുളിക്കാനാണോ അതോ കുളിക്കാനാണോ? കുളിക്കാൻ. കുടിക്കാനാ. പേജ് സൈസ്, ഓപ്ഷൻസ് ഡബിൾ സൈഡഡ്, ഫേസിംഗ് ദ പേജസ്. ആരാടോ? ഞാനല്ല. ആ ടി വി ഒന്ന് ഓഫ് ചെയ്യാ പറടോ. ഉറങ്ങിക്കൊണ്ട് ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ജോലി രാജിവെക്കും. പട്ടിണിയാവും. കിളവൻ കൊള്ളാം. കണ്ടില്ലേ, ഭക്തി ഇതാണ് ഈ പ്രായത്തിന് പറ്റിയത്. ഇത് തന്നെ പോലുള്ള മുതുക്കന്മാര് കണ്ടാ മതി. മുതുക്കനോ? താൻ മുതുക്കൻ മുതുക്കൻ മുതുക്കൻ. മറ്റേ പാട്ട് വെക്കണോ?
ഇടൂ, മറ്റേ പാട്ട് വെക്കാം. ഇവിടെ കൊണ്ടുവാ. ഇല്ല ആ പാട്ട് വെക്കില്ല ഞാൻ. ഇല്ല. ടിവി ഓഫ് ചെയ്യും. ടിവി ഓഫ് ചെയ്യും ഞാൻ. ആരാ അത്? കണ്ടോ സ്വാമികളൊന്ന് ഞെട്ടി. അത് പിന്നെ സീത സാറുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താ? ഒന്ന് ഞെട്ടിപ്പിക്കാനാ. കെട്ടിപ്പിടിക്കാനോ? അതെങ്കിലേ കെട്ടിപ്പിടിക്കാനാ. അല്ലല്ല ഞെട്ടിപ്പിക്കാൻ. ആഹാ. ഇന്ന് മൊത്തം ഞെട്ടിപ്പിക്കല അങ്കിളെ. അല്ല ദേ മാറണം. കുട്ടിയെ ഞാൻ എവിടെയോ കാണാൻ വഴിയില്ല. ഇതാരാ സ്വാമികളെ? ഐ ആം കുഞ്ഞൻ പിള്ള. ഓ ഹായ്. ഹായ്. സേതുവിന്റെ ഏറ്റവും മൂത്ത അമ്മാവനാ. ക്രോണിക് ബാച്ചിലർ. മൂത്ത അമ്മാവനാണെങ്കിലും എനിക്ക് ഈ സ്വാമി അങ്കിളുടെ അത്രയും പ്രായമില്ല. ഇത് മുഴുവൻ ഡൈ അല്ലേ? കൂടുതലെടുത്ത് കെട്ടാൻ മൂപ്പിലെ അത്ര ശരിയല്ല. കുട്ടി പൊക്കോ. ദാ. കുട്ടിക്ക് സേതുവിനല്ലേ കാണേണ്ടത്? ദേ മേളത്തെ മുറിയിലുണ്ട്, അങ്ങോട്ട് പൊക്കോളൂ. പോ പോ പോ. അതാ ഈ അയ്യേ എവിടെ? അയ്യേ. എന്താ കവിത എഴുതുകയാണോ? ആ പ്രിയ വരൂ. എന്താ ചോദിച്ചത്? അല്ല കവിതയാണോ എഴുതുന്നതെന്ന്. അതെന്നാ സാറ് വെറുതെ. ആ വെറുതെ ഒന്നും അല്ല, എഴുതിയ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയതോ? ഇറ്റ്സ് ഇംപോസിബിൾ. ഇപ്പൊ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന്. പക്ഷേ എനിക്കറിയാം. സെക്കൻഡറി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതിയ കവിതയുടെ പേര് ഒന്നിനുമല്ലാതെ. ഇതായിരിക്കുന്നു പ്രൂഫ്. കോളേജ് മാഗസിൻ. മീശയില്ലാത്തൊരു ഫോട്ടോയും ഉണ്ട് കവിതയോടൊപ്പം. ഡിഗ്രിക്ക് പഠിച്ചപ്പോഴുള്ള എല്ലാം കിട്ടിയില്ല. ആ തേർഡ് ഇയറിൽ കിട്ടി. ടി വി സേതുനാഥ്, 3rd BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കവിതയുടെ പേര് അരികിലില്ലെങ്കിലും. ഇനി കള്ളം പറയോ കവിത എഴുതിയിട്ടില്ലെന്ന്? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും. എന്താ? പ്രൊഫസർ അങ്കിളിന്റെ ബുക്ക് ഷെൽഫിൽ പൊടി പിടിച്ച് നിറം മങ്ങിയ പഴയ ക്യാമ്പസ് സ്മരണികകളിൽ ഞാൻ കണ്ടു ഒരു കവിയെ, ഒരു നല്ല റൊമാൻറ്റിക്കിനെ. പിന്നെ എന്താ എഴുതിയില്ല? എഴുതിയില്ല അല്ല, സാഹചര്യങ്ങൾ അനുവദിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ഇനി എഴുതില്ലേ? എന്തിന്? സേതു സർ, ഹായ്. ദേ, ഞാനൊരു റിക്വസ്റ്റ് ആയിട്ടാ വന്നത്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഞങ്ങളുടെ വിമൻസ് ക്ലബിന്റെ ഒരു ഫംഗ്ഷൻ. ചീഫ് ഗസ്റ്റ് സാറാ. ഞാനാട്ടോ സജസ്റ്റ് ചെയ്തേ. സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ ബിസിനസ്മാൻ, ഹാൻസം, ക്യൂട്ട്. അങ്ങനെയുള്ള ഒരു ഗസ്റ്റിനെ കിട്ടുന്നതിന്റെ ത്രില്ലിലാ മറ്റുള്ള മെമ്പേഴ്സ് എല്ലാവരും. ഞാൻ ഇറങ്ങുന്നു. നിഷ, ഇത് മിസ് പ്രിയനന്ദിനി, ഇപ്പത്തെ ഏറ്റവും ഫേമസ് സിംഗർ. യാ, ഐ ഹേർഡ് സോങ്, നോട്ട് ബാഡ്. താങ്ക്സ്. ഇത് ഞാൻ എടുക്കട്ടെ? വേണ്ട, അത് വിട്ടിരുന്നോട്ടെ. നോക്കിയിട്ട് തിരിച്ചു തരണം, എനിക്ക് സൂക്ഷിച്ചു വെക്കാനാ. ഓ, സാർ വന്നേ പറ്റൂ, വരില്ലേ? അത് നോട്ട് ബാഡ്, നോട്ട് ബാഡ്. ശവം. ഒന്ന് മേലോട്ട് പോയപ്പോ ഒന്ന് താഴോട്ട് പോണു. പ്ലീസ് സർ, ഞാൻ വാക്ക് കൊടുത്തു പോയി, വന്നേ പറ്റൂ. എക്സ്ക്യൂസ് മീ. ഹലോ. കുത്തി കുത്തി മുറത്തി കയറി കൊത്തുന്നോടി. Get up and get out. Who are you? നീ ആരാടി ഇത് എന്നോട് പറയാൻ? ഞാൻ ആരാണെന്നോ ചോദിച്ചു നോക്ക് മുന്നിലിരിക്കുന്ന ആളോട്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. ഹലോ ഹലോ. ഇത്രക്ക് കൾച്ചർ ഇല്ലാത്തവളാണോ സാറിന്റെ ഭാര്യ? ഭാര്യ? കുറച്ചു ദിവസമായി സാറിന്റെ ഭാര്യ എന്നെ വിളിച്ച് ത്രെറ്റൻ ചെയ്യുന്നു. ഭാര്യയെന്നോ? ഏയ് നോ, നെവർ. അങ്ങനെ ഒരു കോൾ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ആ ഫോണിൽ നിന്ന്. 2 3 9 1. ദൈവമേ, അവൾക്ക് സംശയം തോന്നിട്ടുണ്ടാവോ? വൈഫാണെന്നല്ലേ ഞാൻ തട്ടിവിട്ടിരിക്കുന്നത്. അതെ, നിനക്ക് ആ നമ്പർ എങ്ങനെയാ കിട്ടിയത്? അതിനാണോ മോളെ പാട്? അല്ലെങ്കിലും അവളെ വട്ട് കളിപ്പിച്ച് തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? തിരിച്ചു വിളിക്കും. ആ നമ്പർ കാണുമ്പോഴേ ഞാൻ കട്ട് ചെയ്യും. എന്തായാലും ഇന്നിപ്പോ രണ്ടാളും ഇവിടെ കൺഫ്യൂഷനിലായിരിക്കും. അങ്ങനെ വേണം. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്ക, നീ എന്തിനാ അയാളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഫോളോ ചെയ്യണം തോന്നി ചെയ്തു. അല്ലവൻ. എക്സ്ക്യൂസ് മീ, ബിൽ പ്ലീസ്. ബിൽ പേ ചെയ്തല്ലോ മാഡം. പേ ചെയ്തെന്നോ? ആര്? മാഡത്തിന്റെ ഹസ്ബൻഡ്. എന്താ വൈഫിന്റെ ബില്ല് ഹസ്ബൻഡ് പേ ചെയ്തൂടെ?
സാരമില്ല, പേടിക്കണ്ട. ഇങ്ങോട്ട് നോക്ക്. ഏയ്, ഇങ്ങോട്ട് നോക്കടി. റെസ്റ്റോറന്റിൽ പോയാലും ഷോപ്പിങ്ങിന് പോയാലും ഭാര്യയുടെ ബില്ല് വേണ്ടത് ഭർത്താവല്ലേ? അല്ലേ സമി? വെരി കറക്റ്റ്. നിനക്ക് എന്താ കുഴപ്പം? നീ എന്തിനാ എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്ത്? നിക്കടെ ഇവിടെ. ഇത് പറയാൻ നിന്നെ അവിടുന്ന് വിടില്ലേ? എന്തിനാ കരയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എടോ സ്വാമി, ഈ കുട്ടി എന്താ ഇങ്ങനെ? കൂട്ടുകാരിയല്ലേ, ഒന്ന് സമാനിപ്പിച്ചൂടെ? എന്താ പ്രിയ ഇത്? കരയാതിരിക്കെ. നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടോ പന്ന പട്ടരെ. അതിനിപ്പോ കരയാനും മാത്രം ഇവിടെ ഒന്നും. എന്താ ഉണ്ടായ? അത് പതുക്കെ കരയല്ലേ? പതുക്കെ. സ്വാമി, ഈ കുട്ടി ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. വേണ്ട സർ, സാരമില്ല, ഞാൻ കൊണ്ടാക്കാം. വാ പ്രിയ. കൊള്ളാം കൊള്ളാം. ഹലോ, നാളെ വരുമോ ബില്ല് പേ ചെയ്യാൻ? ആനക്കുട്ടി വിട്ടോളി. See you, bye. പാട്ടില് മാത്രമല്ല ആക്ടിങ്ങിലും ആള് പിടിക്കുക. എന്താ സ്വാമി ഇത്? കുഞ്ഞമ്മാവന് സേതു കൊണ്ടുവന്ന ഫോറിൻ സ്കോച്ച് എടുത്ത് കൊടുക്ക്. എടാ പൂത്തക്കോടാ, നീ എടുത്ത് അടിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാനും. ഫോറിൻ സ്കോച്ചിന്റെ കളർ കറക്റ്റ് അല്ലേ? ഫോറിൻ സ്കോച്ചിന്റെ കൂടെ നാടൻ റം മിക്സ്. കിളവൻ പോറിനെ കഴിക്കും. സ്വാമി, ഓ വരണോ? പൂത്തക്കോടാ, നീ അടിക്കരുത്. കഴിക്കുന്നെങ്കിൽ ഫോറിൻ തന്നെ കഴിക്കണം. ഇവന്റെ ഒരു ടേസ്റ്റ്. അതെ അതെ, ഭയങ്കര ടേസ്റ്റാ. റമ്മ് കഴിക്കുന്ന തനിക്ക് എങ്ങനെയാണോ സ്വാമി ഇതിന്റെ ടേസ്റ്റ് അറിയാവുന്നത്? പണ്ട് കഴിച്ചതിന്റെ ടേസ്റ്റ് വെച്ച് പറഞ്ഞാണേ. എനിക്കിതീന്നൊരു പെഗ് തരുമോ കുഞ്ഞമ്മ? ഇതിന്നൊരു തുള്ളി ഞാൻ ആർക്കും തരില്ല. നിനക്ക് വേണടാ മക്കളെ, നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം തരാം, ഒരെണ്ണം മാത്രം. ഞാൻ കഴിക്കില്ലെന്ന് കുഞ്ഞമ്മാൻ അറിഞ്ഞൂടെ? അതെ, നീ കഴിക്കണം. എന്റെ അനന്തരവനായ നീ കഴിക്കണം. കഴിച്ച് കഴിച്ച് മിടുക്കനാവണം, വലിയവനാവണം. ഒരമ്മാവന്റെ ആഗ്രഹമാണത്. വാങ്ങി കഴിക്ക് സേതു. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു അമ്മാവൻ അനന്തരനോട് തണ്ണി അടിക്കാൻ പറയുന്നത്. മക്കളെ കഴിക്ക. കുഞ്ഞമ്മോൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് മേടിച്ചില്ലെന്ന് വേണ്ട. ഇനി ഇതെനിക്ക് വേണ്ടി സ്വാമി. അപ്പൊ നീ ഇത് കഴിച്ചില്ലല്ലേ? വേണ്ടടാ, സ്നേഹം കൊണ്ട് ഞാൻ തന്നത് കണ്ട അലവരാദികൾ കൊഴിച്ചു കൊടുക്കാനല്ല. ഇവിടെ പറഞ്ഞ നീ എന്നെ കൊച്ചാക്കി. യു ഇൻസൾട്ടഡ് മീ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല. ഇനിയിപ്പോ എന്തായാലും നാളെ പോ. ഇല്ല, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല, അതുകൊണ്ട് നീ പറയുന്നത് ഞാനും അനുസരിക്കാൻ പോണില്ല. ഗുഡ് നൈറ്റ്. സ്വാമി, ഇത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണെന്ന് അറിയാമല്ലോ. കഴിക്കുക, പിണങ്ങി പോവുക, കഴിക്കുക, പിണങ്ങി പോവുക. സാരമില്ല സേതു, സ്നേഹമുള്ളിടത്തല്ലേ പിണക്കം ഉണ്ടാവൂ. സൂര്യ സാർ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ റിമോട്ട് കൺട്രോളുമായി മകളുടെ പിന്നാലെ നടക്കുന്ന അമ്മയല്ല ഞാൻ. അവളുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഫുൾ ഫ്രീഡം അവൾക്കുണ്ട്. ദാ ആളെത്തി. ഹലോ പ്രിയ. സാറപ്പ വന്നു. വന്നതേ ഉള്ളൂ. നിനക്കൊരു ഹാപ്പി ന്യൂസും ആയിട്ടാണ് വരവ്. തന്റെ കരിയറിൽ സൗഭാഗ്യങ്ങൾ ഓരോന്നായി വന്നു വീഴല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു തമിഴ് സിനിമയുടെ വർക്കിനെ കുറിച്ച്? അതിൽ 2 സോങ്സ് ഉണ്ട്. ഒന്നൊരു മെലഡി, മറ്റേതൊരു ഫാസ്റ്റ് നമ്പർ. പ്ലീസ് സർ. ഇപ്പോഴത്തെ നമ്പർ 1 സിംഗർ ശ്രീദേവി ആണല്ലോ.
രണ്ടും അവള് പാടണമെന്ന പ്രൊഡ്യൂസേഴ്സിന്റെ ഡിമാൻഡ്. ഞാൻ ഒറ്റ പിടി പിടിച്ചു. അവസാനം ഒരു വഴങ്ങി. താനാ ആ സോങ്സ് പാടാൻ പോകുന്നത്. എന്താടോ ഇത്രയും കേട്ടിട്ടും വലിയ സന്തോഷമില്ലാതെ നിക്കണേ? എന്താ പാടിക്കൂടെ? അമ്മേ, ഇതിൽ എന്റെ അനുവാദം എന്തിനാ? വലിയൊരു കാര്യല്ലേ സാറ് പറഞ്ഞേ. അന്യ ഭാഷയും സെറ്റപ്പും എന്നൊക്കെ കേൾക്കുമ്പോ ചെറിയൊരു പേടിയുണ്ടല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല. സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. ട്രാക്ക് കേൾക്കുക. നെക്സ്റ്റ് ഡേ റെക്കോർഡിംഗ്. ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ പുറപ്പെടണം മദ്രാസിലേക്ക്. മദ്രാസിലേക്ക്? എന്താ പോകാം അമ്മേ. അതാണ് പ്രോബ്ലം. നാളെ എന്ന് പറയുമ്പോ എനിക്ക് ഹോസ്പിറ്റലില്. അതെങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മകളുടെ കരിയറിലെ മഹാസംഭവല്ലേ? കേട്ടല്ലോ. ഇനി അഥവാ ഡോക്ടർ വന്നില്ല എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. എന്റെ ഫാമിലി ഉണ്ട് കൂടെ. പ്ലീസ്. ആ സ്വാമി, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ ദെൻ, ബൈ ബൈ. യെസ്, ടെൽ മീ പ്രിയ. വഴക്കോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ചെന്നൈന്നോ? ഇപ്പൊ മനസ്സിലായില്ലേ? വേറെ ഇവിടെ ഒരു റെക്കോർഡിങ്ങിന് വന്നതാ. സൂര്യ സാറിന്റെ തമിഴ് ഫിലിം. വിവരം പറയാൻ വേണ്ടി ഞാൻ ഓഫീസിൽ വന്നപ്പോഴാ ഇവിടേക്ക് പറഞ്ഞെന്നറിഞ്ഞത്. ഏതോ ഒരു കോൺഫറൻസിന്. അപ്പൊ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് കരുതി. എന്തോ? ആ, അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എത്രാമത്തെ തവണയെ ഡയറക്ടർ സാറ് മോഡലിനെ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് വളരെ സീരിയസ് ആയിട്ട് മീറ്റിംഗിലായിരുന്നു. ഫോണും ഓഫായിരുന്നു. അത്യാവശ്യമായിട്ട് സ്വാമിയോടൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്ത 2-3 മണിക്കൂറിനെങ്കിലും ഇനിയും കിട്ടില്ലായിരുന്നു. ആട്ടെ, എവിടെയാ താമസം? മൈ ഗോഡ്, ഞാനും സെയിം ഹോട്ടലിൽ തന്നെയാ. ഏത് ഫ്ലോറിലാ? റൂം നമ്പർ? ഓക്കെ, ഞാൻ കോൺഫറൻസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇല്ല, മറക്കില്ല. ഓക്കെ ദെൻ, ബൈ. ആരോടാ നീ ബാൽക്കണി പോയി സംസാരിച്ചേ? കൊറേ നേരം ആയല്ലോ. എന്റെ ഒരു ഫ്രണ്ട്. പോയി നോക്ക്. ആഹാ, സാറായിരുന്നോ? എങ്ങനെയുണ്ട് സൗകര്യങ്ങളൊക്കെ? ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ് അല്ലേ? പിന്നെ ഞാനൊന്ന് കുളിക്കാൻ ഒരുങ്ങായിരുന്നു. സാറിന്റെ ഫാമിലി വന്നിട്ടുണ്ട്. സാർ ഏത് ഫ്ലോറിലാ? 9th. സ്റ്റുഡിയോയിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ വന്നു എന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞ. സോറി. ആ പ്രിയ, നമുക്ക് ആ ട്രാക്ക് ഒന്ന് കേൾക്കാം. നന്നായിട്ടൊരു പ്രിപ്പറേഷൻ. അങ്ങനെ വേണം നമ്മൾ പോവാൻ. തമിഴല്ലേ, ആരോടൊക്കെയാ ബീറ്റ് ചെയ്യണ്ടെന്ന് അറിയാലോ. അവസാനം എനിക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. അമ്മേ, നീ പോയിട്ടോ. ശരി, പോയിട്ട് പോ. വരൂ. കമോൺ പ്രിയ. സാറിന്റെ ഫാമിലി ഇപ്പൊ വരും. മഹാലിംഗപുരം വരെ പോയിരിക്ക. അവിടെ ഒരു വീടുണ്ട് റിലേറ്റീവിന്റെ. പ്രിയ ഇരിക്കൂ പ്രിയ. ഇരിക്കൂ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ?
നിന്നെ ഞാൻ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സിംഗറാക്കും. എന്താ വിശ്വാസമായില്ലേ? വെറും വാക്ക് പറയാറില്ല സൂര്യനാരായണൻ. പക്ഷെ അതിന് നീയും കൂടെ ഒന്ന് മനസ്സ് വെക്കണം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണും അല്ലേ? എന്നെ അനുസരിച്ചിട്ടുള്ള പലരും ഇന്ന് വലിയ സിംഗേഴ്സാ. ഗ്രേറ്റ് സിംഗർ ശ്രീദേവി അടക്കം. അറിയോ? എന്താ ഇങ്ങനെ നോക്കണേ? എനിക്കങ്ങനെ ആരും ആകണ്ട. തൊട്ടുപോരു തന്നെ. ആരും ഒന്നും അറിയില്ല. മാറി നിൽക്കാനേ പറഞ്ഞേ. ദേ വലിയ ശീലാവതി ചമയണ്ട. ഇതുപോലെ എത്ര പേരെ കണ്ടിട്ടുള്ളവനായി സൂര്യനാരായണൻ. അങ്ങനെ പലരും ഉണ്ടാവും. പക്ഷെ പ്രീനന്ദിനെ അക്കൂട്ടത്തിൽ കൂട്ടണ്ട. ജാട കളപ്പെണ്ണെ, നീ എന്താ സേതുവിന് മാത്രമേ വഴങ്ങുള്ളൂ? അതെ, ചിലപ്പോ വഴങ്ങിയെന്ന് വരും. മനസ്സും ശരീരവും ഒക്കെ ആ കാൽച്ചുവട്ടിൽ അടിയറവ് വെച്ചെന്നും വരും. അത്രയ്ക്ക് അന്തസ്സും പ്രതിഭയുമുള്ള മനുഷ്യനാണ് അദ്ദേഹം. റിയൽ ജീനിയസ്. തന്നെ പോലെ ഒരു ചെറ്റയ്ക്ക് പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലുമില്ല. എന്തു പറ്റി പ്രിയ? ഇതെന്തിനാന്നറിയോ? ഇവിടെ നിനക്ക് പരിചയപ്പെടുത്തി തന്ന തെറ്റിന് എന്റെ വക പ്രായച്ചിത്തം. കൊമ്പത്തൊരു മ്യൂസിക് ഡയറക്ടർ കാവ്യം രുദ്രാക്ഷോട്ട് ഇറങ്ങിയിരിക്കുന്നു. തന്നെ പോലുള്ളവരാണ് ഈ ഫീൽഡിന്റെ ശാപം. സേതു പ്ലീസ്, വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയതാ. വേണ്ട പ്രിയ, സോറി. എന്റെ കുടുംബത്തെ ഓർത്തെങ്കിലും കുടുംബം ഓർക്കണം. അങ്ങനെ ഒരു തോന്നലുണ്ടോ തനിക്ക്? അതെ, ഇതിപ്പോ നമ്മൾ 3 ആള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. തന്നെ ഓർത്തിട്ടല്ല, ദാ ഈ പാവം പെണ്ണിനെ ഓർത്തിട്ട, അവളുടെ ഭാവി ഓർത്തിട്ട. ഇനി ഇത് ആവർത്തിച്ചോണ്ടല്ലോ, യു വിൽ പേ ഫോർ ഇറ്റ്. വാ. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ആ സംഭവം എന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായി. അപ്പം സാറിന്റെ ശത്രുനിരയിൽ ഒരാൾ കൂടിയായല്ലേ? സൂര്യനാരായണൻ. എന്നിട്ട് പറയാം. അതിനു മുമ്പ് നമുക്കോരോ ചായ വല്ലേ? എന്താ ഉറക്കമായിരുന്നോ? നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. വേണ്ട വേണ്ട, കിടന്നോളൂ. കണ്ടോ, ഇപ്പൊ അവളുടെ അസുഖമൊക്കെ പോയി. ചെന്നൈയിൽ നിന്ന് വന്ന അന്നേ ഇവൾ മൂഡ് ഔട്ട് ആയിരുന്നു. ഞാൻ കരുതി അന്ന് മ്യൂസിക് ഡയറക്ടർക്ക് എന്തോ പറ്റി റെക്കോർഡിംഗ് മാറ്റി വെച്ചില്ലേ, അതിന്റെ വിഷമമായിരിക്കും എന്നാ. 2 ദിവസം മുറിയടച്ച് ഒറ്റ കിടപ്പായിരുന്നു. പനിയാണെന്ന് പിന്നെ അറിഞ്ഞത്. എന്തായാലും ന്യൂമോണിയായി ഡെവലപ്പ് ചെയ്യാതിരുന്നത് ഭാഗ്യം. അമ്മേ. ഓ, ഞാൻ നിർത്തി. എനിക്ക് റൗണ്ട്സിന് സമയമായി. നിങ്ങൾ സംസാരിച്ചിരിക്കും. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ശരീരത്തിനല്ല, മനസ്സിനേറ്റ ഷോക്ക്. അതാ നിന്റെ അസുഖത്തിന് കാരണം. മറന്നേക്കൂ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് കരുതാം. നമുക്ക് പാടാനുള്ള അവസരങ്ങളൊക്കെ ഇനിയും നമുക്കുണ്ടാക്കാം. നീ പാടുകയും വേണം. വേണ്ട, എനിക്കിനി പാടണ്ട. പേടിയ പാട്ടെന്നും സ്റ്റുഡിയോയിൽ നിന്നൊക്കെ കേൾക്കുമ്പോ. പ്രിയ, ഡോണ്ട് ബി സില്ലി. നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? ദേ, ഇങ്ങനെ മൂടിയായിരിക്കുന്ന ഒരു പ്രിയയുടെ ഫ്രെയിം എന്റെ മനസ്സിലേ ഇല്ല. കം ഓൺ, cheer up. എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. പിന്നെ ഞാൻ ആ മാഗസിൻ കൊണ്ടുവരാൻ മറന്നുപോയി.
സ്വാമി പ്രത്യേകം വിളിച്ച് ഓർമ്മിപ്പിച്ചതാ നീ മാഗസിൻ ചോദിച്ച കാര്യം. സോറി. വേണ്ട, അത് കൈ തന്നെ ഇരുന്നോട്ടെ. എന്നാലല്ലേ അതും ചോദിച്ച് വല്ലപ്പോഴെങ്കിലും വരാൻ പറ്റൂ. ഒന്ന് ചോദിച്ചോട്ടെ, ഇനിയും എഴുതിക്കൂടെ? എഴുതാനോ? എന്തെഴുതാൻ? ഉള്ളിലുണ്ടായിരുന്ന അക്ഷരങ്ങളൊക്കെ അക്കങ്ങളായി പോയി. കൂട്ടാനും കുറയ്ക്കാനും പെരുക്കാനും ബാലൻസ് കൗണ്ട് ചെയ്യാനൊക്കെ ഉള്ള വെറും അക്കങ്ങൾ. എഴുതണം. എനിക്കുറപ്പുണ്ട്, അന്ന് ഒരു നിമിഷം കൊണ്ട് ആ ജിങ്കിള് തിരുത്തിയ ഈ വിരലുകൾക്ക് ഇനിയും ഒരുപാട് കവിതകൾ എഴുതാൻ കഴിയുമെന്ന്. എഴുതാൻ എനിക്കിനി ഒരു സ്വപ്നവും ബാക്കിയില്ല. ഒന്നും ബാക്കിയില്ല? എങ്കിൽ കുറച്ച് സ്വപ്നങ്ങൾ ഞാൻ കടം തരാം. എന്താ, വിശ്വാസമായില്ലേ? സത്യം പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ സേതുവേട്ടന് തരാൻ. അവളുടെ വാക്കുകൾ വല്ലാത്തൊരു പ്രേരണയായി. ആരിൽ നിന്നെങ്കിലും ഇങ്ങനെയൊരു വാക്ക് കേൾക്കാൻ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് കൊതിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നേക്കുമായിട്ടെന്ന് കരുതി അടയ്ക്കപ്പെട്ട തറവാട്ടിലെ എന്റെ മുറി വീണ്ടും ഞാൻ തുറന്നു. തടവറയിലായിരുന്ന കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും കീറ്റ്സും വീണ്ടും ഉണർന്നു. ശ്രുതി മുറിഞ്ഞുപോയ സ്വരങ്ങളും നാദങ്ങളും വീണ്ടും ശ്രുതി ചേർന്നു. മനസ്സിന്റെ കല്ലറയിൽ അടക്കം ചെയ്തിരുന്ന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളച്ചു. നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയിരുന്ന അക്ഷരങ്ങൾ വീണ്ടും എന്റെ വിരൽ തുമ്പിലൂടെ ഒഴുകിയെത്തി. തറവാട്ടിൽ പൊടി പിടിച്ച് കിടന്നിരുന്ന പുസ്തകങ്ങൾ വൃത്തിയാക്കി ഇതാ ഈ ഷെൽഫ് വരെ എത്തിച്ചിട്ടുണ്ട്. ബിസിനസ് കണക്കുകളും കറസ്പോണ്ടൻസും ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഇനി ഈ പുസ്തകങ്ങളും എഴുത്തും ഒക്കെ മറന്ന് മറ്റൊരു ലോകത്ത് മാത്രമായി ജീവിക്കാമെന്ന് കരുതണ്ട. എന്താ, ഇനിയും എഴുതില്ലേ? വേണ്ട പ്രിയ, അന്ന് വെറുതെ ഒരു രസത്തിന് എഴുതിയതാ. ഇനിയും ഈ പ്രായത്തിലൊക്കെ എഴുത്ത് തുടരുകയെന്ന് വെച്ചാ വേണ്ട, അത് ശരിയാവില്ല. പ്രായത്തിന്റെ കണക്കൊന്നും പറഞ്ഞേ ഒഴിഞ്ഞു മാറാന്ന് വിചാരിക്കണ്ട. ഞാൻ വിടില്ല. കേട്ടിട്ടില്ലേ നോബൽ പ്രൈസ് വിന്നർ നോവലിസ്റ്റ് ടോണി മോറിസൺ? അവരുടെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തത് 43-ാമത്തെ വയസ്സിലാ. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ ബെർണാഡ് ഷാ, അദ്ദേഹം നാടകം എഴുതി തുടങ്ങിയതേ 45-ാമത്തെ വയസ്സിലാ. അത്രയൊന്നും ആയിട്ടില്ലല്ലോ എന്റെ സേതുവേട്ടന്. അല്ലെങ്കിൽ അത്ര ആയിന്ന് തന്നെ ഇരുന്നോട്ടെ, ഞാൻ സഹിച്ചോളാം. പോരെ? ഹോ, ആരൊക്കെയായി ഷെൽഫിൽ ഇരിക്കുന്നേ? ഉപഗുപ്തനെ കാത്തിരുന്ന വാസവദത്തയ്ക്ക് ജന്മം നൽകിയ കുമാരനാശാൻ. ഒരു ചുംബനം കൊണ്ട് തന്നെ അനശ്വരനാക്കാൻ ഹെലനോട് അപേക്ഷിച്ച ഡോക്ടർ ഫോസ്റ്റസ് ബൈ മാർലോ. ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫയദോർ ദസ്തോവസ്കി. പാടിത്തീരാത്ത ഒരുപാട് രാഗങ്ങൾ ബാക്കി വെച്ച് പറന്നുപോയ ജോൺ കിറ്റ്സ്. ഇവരോടൊപ്പം എന്റെ സേതുവേട്ടന്റെ രചനകളും ഈ ഷെൽഫിൽ ഉണ്ടാവണം. എന്താ, എഴുതില്ലേ? എങ്ങനെ കഴിഞ്ഞു ഇത്രയും കാലം ഒന്നും എഴുതാതെ? ഈ കടല് പോലെയായിരുന്നു പലപ്പോഴും ജീവിതം. ചിലപ്പോ അലറി വിളിച്ച് പൊട്ടിത്തെറിക്കും, ചിലപ്പോ
ശാന്തമായി ഇങ്ങനെ മയങ്ങിക്കിടക്കും. എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് നീ ചോദിച്ചില്ലേ? അപ്പോഴൊക്കെ ഞാൻ എഴുതിയിരുന്നെങ്കിൽ നീ വായിച്ച പോലെ ഒരു കവിതയാകുമായിരുന്നില്ല എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നത്. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രം തുടക്കം കുറിച്ചൊരു ബിസിനസ് സ്ഥാപനമാണ് താര കമ്മ്യൂണിക്കേഷൻസ്. പിന്നീട് എപ്പോഴോ ദൈവാധീനം കൊണ്ട് നേടിയെടുത്തതാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ. പക്ഷേ ഇതിനിടയിൽ പ്രിയപ്പെട്ടതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. കവിതയും സംഗീതവും എഴുത്തും ഒക്കെ. എന്നിട്ട് മറ്റു പലർക്കും വേണ്ടി ഞാൻ ജീവിച്ചു. എന്നെ മനസ്സിലാക്കാത്തവരുടെ ഇടയിൽ ഒറ്റയ്ക്ക്. ഈ നഗരം എനിക്ക് തന്ന, ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മറ്റൊരു മുഖം. വേണ്ട, ഒന്നും ഓർക്കണ്ട. ഇഷ്ടപ്പെടാത്തതൊക്കെ ഈ കടലിൽ എറിഞ്ഞിട്ട് ഇഷ്ടമുള്ളതിനെ കുറിച്ച് മാത്രം ഓർത്താ മതി. ആ, ഓർത്താൽ മാത്രം പോരാ, എഴുതുകയും വേണം. സേതുവേട്ടന്റെ കവിതകൾ ഈ ലോകം മുഴുവൻ ഒഴുകിയെത്തണം. എഴുതില്ലേ? എഴുതാം. പക്ഷേ എന്റെ കവിതകൾക്ക് ജീവൻ കൊടുക്കാൻ പോകുന്നത് പ്രിയനന്ദിനിയുടെ ശബ്ദം കൂടിയായാലും. Is it? കള്ളക്കടത്തുകാരനാണല്ലേ? ആഡ് കമ്പനിയുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനത്തിന് ഓഫീസും വീടും പോലീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതോ ചീറ്റിംഗ് കേസിൽ പണ്ട് 7-8 വർഷം ജയിലിൽ കിടന്നിട്ടില്ലേ? ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. സൂര്യനാരായണൻ, ദി ഫേമസ് മ്യൂസിക് ഡയറക്ടർ, അമ്മയോട് ഫോണിൽ വിളിച്ച് പറഞ്ഞതാ. അപ്പൊ അവൻ ഇനിയും അടങ്ങിയിട്ടില്ലല്ലേ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ എന്നോട് ചോദിച്ചു ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോന്ന്. ഉണ്ടെന്ന് പറയായിരുന്നില്ലേ? ഉണ്ടോ? ഏയ്, സേതുവേട്ടൻ അങ്ങനെയൊന്നും ആവാൻ പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ, നമ്മുടെ പ്രോജക്റ്റ്, അതിന്റെ സക്സസ്. നീ പാടേണ്ട വരികളാ. നിനക്കായി ദേവ പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. അങ്ങനെ അവള് വീണ്ടും പാടി. അറിയാം സർ, സാറിന്റെ ഫസ്റ്റ് ആൽബം സംഗീത ലോകത്ത് അതുണ്ടാക്കിയ സെൻസേഷൻ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതെ, ഇപ്പോഴും ഓഡിയോ ഹിറ്റ്സ് ആയിട്ടുള്ള 1ാം സ്ഥാനത്ത് തുടരുകയല്ലേ? എ ഗ്രേറ്റ് വർക്ക്. മനസ്സിൽ സംഗീതവും അക്ഷരങ്ങളുമായിട്ടുള്ള യാത്രയായിരുന്നു അത്. വിജയങ്ങൾ ഒന്നൊന്നായി നേടുമ്പോഴും അറിഞ്ഞിരുന്നില്ല എനിക്ക് വേണ്ടി ഒരുക്കിയ ചതിക്കുഴികളെ കുറിച്ച്. കമ്മ്യൂണിസ്റ്റോ? ഇതെന്താ പാർട്ടി ഓഫീസാണോ? എന്റെ സാറേ, താരാ കമ്മ്യൂണിറ്റി ഹാളെന്നാ. ഓ, പണ്ടത്തെ പോലെ കണ്ടുപിടിക്കുന്നില്ല. മിസ്റ്റർ സേതുനാഥ് അകത്തുണ്ടോ? ഉണ്ട്, അകത്തുണ്ട്. ഇതെന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ. ഇത് ചൈന. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാതെ ഓരോന്നറിഞ്ഞ് തിരിച്ചു. This is to inform you that as per the requirements. ഞാൻ ഡോക്ടർ പി.ടി. കോതാമംഗലം ഫ്രം വെള്ളിത്തിര. ഇതെന്റെ സെക്രട്ടറി. ചൈനയാ. അയ്യോ, ചൈനക്കാരിയാ? ഈ അടുത്ത കാലത്ത് ദുബായ് വെച്ച് കിട്ടിയതാ. പിന്നീട് അവൾ എന്നിൽ ഒരു ഉത്തേജനമായി പടർന്നു, ഉൾപ്പുളകമായി മാറി. അല്ലേ കുമൻ? കേരളവും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളാണല്ലോ, ക്യൂബ പോലെ. അതെ, വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ ആരെ വിമർശിക്കും? അതിപ്പോ കാളിദാസനായാലും കണ്ണദാസനായാലും. വിമർശിച്ചു കാണാ. ആരാ വേണ്ടാന്ന് പറഞ്ഞത്? കുടിക്കാനൊന്നും കിട്ടിയില്ല അല്ലേ കുമി? 2 പെപ്സി 6 മോദകവും. 6 മോദകവും. മിസ്റ്റർ സേതുനാഥ്, നിങ്ങളുടെ ആൽബത്തെ കുറിച്ച് നല്ലൊരു റൈറ്റപ്പ് ഞാൻ എഴുതാം. പക്ഷെ അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ കവിതകളൊന്നും എഴുതിയത് നിങ്ങളല്ലെന്ന് എനിക്കറിയാം. അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ മഹാകവികളാക്കിയിട്ടുള്ള കയ്യാണിത്. നമുക്കെഴുതാം. എന്താ? അല്ലേ, സത്യത്തിൽ ആരാണിത് എഴുതിയത്? എന്താണ് മിസ്റ്റർ പി.ടിയുടെ അച്ഛന്റെ പേര്? പാളയംകുഴി തങ്കപ്പൻ നായർ. തങ്കപ്പൻ നായരല്ല പി.ടിയുടെ അച്ഛനെന്ന് എനിക്കറിയാം. സത്യത്തിൽ ആരാണ് പി.ടിയുടെ തന്ത? ഒരുമാതിരി. കൂൾ ഡൗൺ മിസ്റ്റർ പി.ടി. എന്ത് കൂൾ ഡൗൺ? ശോഭിക്കാതെ. താൻ എന്നാടോ നിരൂപകനായത്? പണ്ടെന്റെ ഒരു ആഡിന് വേണ്ടിട്ട് താനൊരു 4 വരി കവിത എഴുതി തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ?
ഞാനത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പെണ്ണേ വാവ അല്ലെങ്കിൽ പോപ്പോ. എന്താ കാണുന്നത്? എടോ, തന്നെ പോലത്തെ ഒരു മൂന്നാംകട കൂലി എഴുത്തുകാരന് കള്ളും കാശും തന്നിട്ട് കിട്ടുന്ന അംഗീകാരമൊന്നുമേ എനിക്ക് വേണ്ട. അന്തസ്സായിട്ട് നിരൂപണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ഇവിടെ വേറെ ഉണ്ട്. അതൊക്കെ പോയിട്ട് സാറൊക്കെ ഒന്ന് വായിച്ച് പഠിക്ക്. ശരി, നമുക്ക് കാണാം. ഒരു പാമ്പിനെയും ഒരു പാമ്പ് തീനിയെയുമാണ് നോവിച്ചു വിട്ടതെന്ന് താൻ ഓർത്തോ? പൊടി നിന്റെ ഒരു തേറ്റ. ഉണ്ടയും കൊണ്ട് നടക്കണ് വൃത്തികെട്ടവന്മാര്. കഷ്ട. എന്താ വായിച്ചു നോക്ക്. താര കമ്മ്യൂണിക്കേഷന്റെ MD സേതുനാഥിന്റെ ലീലാവിലാസിനെ കുറിച്ച് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. എവിടെ? ഇതാ PT-യുടെ പണിയാ. ഏതെങ്കിലും അലവലാതി ഒരു മൂന്നാംകിട മഞ്ഞപ്പത്രത്തിൽ എന്തെങ്കിലും എഴുതിയെന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ അമ്മ കൂടെ തുള്ളേണ്ട കാര്യമില്ല. അന്തസ്സുള്ള ഒരുത്തരും വായിക്കുന്നതല്ല ഇതൊന്നും. ഇതുകൊണ്ടൊന്നും സേതുവിന് ഒരു പുല്ലും സംഭവിക്കാൻ പോണില്ല. തന്നോട് ചോദിച്ചില്ല? അവള് നാളെ അമേരിക്കയിൽ നിന്ന് എത്തും. എന്താ ഇതൊക്കെ അവള് ചോദിച്ചാ നീ എന്ത് ഉത്തരം പറയും? ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? മഞ്ജുവിന്റെ, നിന്റെ ഭാര്യയുടെ. ഓഹോ, ഭാര്യയോ? ഏത് ഭാര്യ? ഡിവേഴ്സിന് വേണ്ടി ഒരു നോട്ടീസ് അയച്ചിരുന്നു ഞാൻ, അവൾ ആവശ്യപ്പെട്ടിട്ട്. പക്ഷെ അതിനു മുമ്പ് അമേരിക്കക്ക് പറഞ്ഞു കളഞ്ഞില്ലേ? വന്നാൽ അതിലൊന്ന് ഒപ്പുവെക്കാൻ പറയണം. ചെയ്തോ? അലറണ്ട. ഈ ജന്മൂനി അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം പെങ്ങൾക്ക് കൂടി വേറൊരുത്തനെ കണ്ടെത്തേണ്ടി വരും നിനക്ക്. തന്റെ പെങ്ങളെ കെട്ടിച്ചേരണമെന്ന് പറഞ്ഞ് ഞാൻ തന്റെ പുറകെ കടന്നോ? ഒക്കെ ശരിയാ, പക്ഷെ അവൾക്ക് നല്ലൊരു ഭർത്താവായി ഇരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. മതി, ഇനി അധികം സംസാരിക്കണ്ട. പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ട് എന്താ കാര്യം? ഇത് പറയാൻ താനാരാ? ഒരു നിഴല് പോലെ സേതുവിനോടൊപ്പം കൂടിയിട്ട് കുറെ കാലായി. എനിക്കറിയാം താങ്കളുടെ പെങ്ങള് കാരണം ഇദ്ദേഹം അനുഭവിച്ചതൊക്കെ. ആ അപമാനവും വേദനയും ഒക്കെ നെഞ്ചിൽ അടക്കി പിടിച്ച് നടക്കുന്നത് കുറെ കണ്ടവനാ ഞാൻ. ഭർത്താവിനെ മനസ്സിലാക്കാനും അനുസരിക്കാനും കഴിയാത്തൊരു പെണ്ണിന് ഭാര്യയായിരിക്കാനുള്ള യോഗ്യതയില്ല, അതാരായിരുന്നാലും. ഓ, അതുകൊണ്ടാവും യോഗ്യതയുള്ള ഒരെണ്ണത്തിന് താനൊക്കെ ചേർന്ന് കൂട്ടിക്കൊടുത്തത്. ഇല്ലടാ, ഞാൻ സമ്മതിക്കില്ല. എന്റെ പെങ്ങളുടെ താലി പൊട്ടിച്ചിട്ട് നീ ആരോടെങ്കിലും ഒത്ത് സുഖിച്ച് കഴിയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിന്റെ പെങ്ങളായിരിക്കും. ഓർത്തോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഇങ്ങനെ നോക്കുന്നേ? മറന്നോ? ഇന്ന് സേതുവേട്ടന്റെ പിറന്നാളാ. ചിങ്ങമാസത്തിലെ വിശാഖം. ഓ, ഓർക്കാറില്ല. അങ്ങനെ ഓർക്കത്തക്ക വിധം ഒരു വലിയ സംഭവമാണെന്ന് ആർക്കും തോന്നിയിട്ടില്ല. എനിക്കും. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ ഓർക്കും, ഈ ജീവിതാവസാനം വരെ. നല്ലൊരു ദിവസമായിട്ട് സിറ്റിന്ന് മുങ്ങി ഫോൺ ഓഫ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കണ്ണു അടച്ച് ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന എന്തിനാ? സ്വപ്നം കാണുകയാണോ? സ്വപ്നങ്ങളൊക്കെ വീണ്ടും നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നൽ. എല്ലാത്തിൽ നിന്നും ഒന്ന് ഒളിച്ചോടാൻ വന്നത് അങ്ങോട്ട്, എല്ലാം മറക്കാൻ. എന്നെയും അതിനും ശ്രമിച്ചു, കഴിഞ്ഞില്ല. മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും തെളിഞ്ഞു വരിക നിന്റെ മുഖം. എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഓടിയെത്തിയത്. മാത്രല്ല, എനിക്കിന്നൊരു കാര്യം തുറന്നു പറയാനുണ്ട്. അതൊക്കെ പറയാം. വെറുതെ ഇങ്ങനെ മൂടിയായിട്ടിരിക്കാതെ ഒന്ന് എഴുന്നേറ്റേ. ഈ ബർത്ത്ഡേ നമുക്ക് ഇന്ന് ആഘോഷിക്കണം. വേണ്ട പ്രിയ, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലല്ല ഞാനിപ്പോ. വേണം. ഇതുവരെ ആഘോഷിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇനി മുതൽ ആഘോഷിക്കണം. എഴുന്നേറ്റേ, വേഗാട്ടെ. വേഗം. ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന് സ്വപ്നം കാണാണോ? ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഞങ്ങള് പറയുമ്പോഴല്ലേ നിനക്ക് പിറന്നാളും ആഘോഷവും ഒന്നും വേണ്ടാതുള്ളൂ. വിളിക്കേണ്ടവർ വന്ന് വിളിച്ചാൽ വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ദാ സെറ്റപ്പ് എല്ലാം റെഡി.
ഹാപ്പി ബർത്ത്ഡേ. ഡെക്കറേഷൻസ് എല്ലാം എന്റെയാ. എങ്ങനെയുണ്ട് ഇവന്റെ ഒരു ഡെക്കറേഷൻ? പായസം കൂട്ടിയുള്ള എന്റെ സദ്യ ഒന്ന് കഴിച്ചു നോക്കണം. അല്ലെങ്കിൽ സ്വാമിക്ക് പണ്ട് സദ്യ വെപ്പായിരുന്നല്ലോ ജോലി. 3 നേരം നല്ലോണം ആഹാരം കഴിച്ച് കിടക്കുന്നവനെ സദ്യയുടെ വില അറിയും കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് തുടങ്ങിക്കോളും രണ്ടും കൂടെ. മോനകത്തോട്ട് കയറിയാട്ടെ. ആദ്യം പോയി നല്ലോണം ബലൂൺ ബലൂൺ ചുമ്മാ അല്ലടാ നിന്നെ പൂത്തക്കോടാന്ന് വിളിക്കുന്നത്. പൂത്തക്കോടൻ. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അല്ലെങ്കിൽ ചേരേണ്ടവർ തമ്മിൽ ചേരുമ്പോഴല്ലേ വീടൊരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോഴെങ്കിലും സ്വാമി ഒരു നല്ല കാര്യം പറഞ്ഞു. കഴിക്കണോ? എപ്പോഴാ ഞാൻ നല്ല കൂടാ പറഞ്ഞത്? പ്രിയരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. അന്തസ്സുള്ള കുടുംബികൾ അങ്ങനെയാണ്. എന്നോട് സുബ്ബമ്മാൾമാരി. സുബ്ബമ്മാളോ അതോ കനകമ്പാളോ? കനകമ്പാള് തന്റെ അമ്മ. ഇത് ലക്ഷണം പറഞ്ഞ രണ്ടിനെ ചെവിക്ക് പിടിച്ച് പുറത്തു തള്ളു. ആരാ അങ്കിളെ കനകാമ്പാള്? ഇവന്റെ അമ്മായി അമ്മ. കുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കൂ. അയ്യോ, ഞാൻ അനിലിന് പുളിശ്ശേരി വിളമ്പോ മറന്നുപോയി. സോറി ട്ടാ. നല്ല പുളിശ്ശേരി. Yes, come in. അപ്പൊ കേട്ടതൊന്നും വെറുതെ ഇല്ല അല്ലേ? ഓ, കുഞ്ഞമ്മാനും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ. അല്ല സുധീര, ഞാന് ഏട്ടത്തി ഇത് വിസ്തരിക്കണ്ട. നിന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അവള് പുറത്ത് വെയിറ്റ് ചെയ്യാ. ഈ അഴിഞ്ഞാട്ടക്കാരെ ഒഴിവാക്കിട്ട് അവളെ ഒന്ന് കാണാൻ സമയം ഉണ്ടാവും മഹാകവിക്ക്. പ്ലീസ്, അവളെന്റെ ഗസ്റ്റാ. അവളെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഗസ്റ്റോ അതോ കീപ്പോ? പ്രിയ, പ്രിയ, മാന്യനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. മനുഷ്യനോട് കുറച്ചുകൂടി അന്തസ്സായിട്ട് പെരുമാറാൻ പഠിക്കണം. സേതു, പ്രിയനന്ദിനി. പാട്ട് മാത്രമേ ഉള്ളോ അതോ പാട്ടെഴുത്തുകാരനെ പാടി ഉറക്കലും കൂടി ഉണ്ടോ? ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? ടെൽ മീ സംതിങ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? 2 വർഷം മുമ്പ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ അമേരിക്കക്ക് പറഞ്ഞതല്ലേ നീ? പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനൊരു മനംമാറ്റം? എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട്. അതോ എന്റെ സ്വത്തുക്കളൊന്നും കൈവിട്ട് കളയരുതെന്ന് നിന്റെ ഏട്ടനും അച്ഛനും ഉപദേശിച്ചിട്ടോ? സേതു, വേണ്ട. കഴിഞ്ഞ 15 വർഷമായിട്ട് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ശ്വാസം മുട്ടി കഴിയായിരുന്നു ഞാൻ. ഒക്കെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് നീയാ. ഞാൻ എന്ത് നഷ്ടപ്പെടുത്തിയെന്നാ? എനിക്ക് എന്റേതായ മോഹങ്ങളുണ്ടായിരുന്നു. അതൊന്നും സേതു മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ശരിയാ, ബില്ലിയാർട്സും ഗോൾഫും കളിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ലക്ഷങ്ങൾ മുടക്കിയുള്ള റേസ് കോഴ്സിൽ പങ്കെടുക്കാനും ക്ലബ്ബുകളിൽ വേഷം കെട്ടി നിന്നോടൊപ്പം ഡാൻസ് ചെയ്യാൻ വരാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ കൈയടക്കാനുള്ള മോഹമായിരുന്നു നിനക്ക്. ആ കൂട്ടത്തിൽ ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നു ഞാനും. കയ്യിൽ കിട്ടിയപ്പോ ആ മോഹവും തീർന്നു. ഞാൻ സേതുവിനെ സ്നേഹിച്ചിരുന്നു. ഒരിക്കലുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നതായിട്ട് നീ അഭിനയിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പാട്ടും കൂത്തുമായിട്ട് നടക്കാൻ സമ്മതിക്കണമായിരുന്നോ? അതോ അനാഥാലയത്തിലെ തെണ്ടി പരിശകളോടത്ത് സദ്യ ഉണ്ട് കോലം തുള്ളി നടക്കണമായിരുന്നോ? ഐ ഹേറ്റ് ദാറ്റ് ഡർട്ടി ക്രീച്ചേഴ്സ്. നീ ഇപ്പൊ പറഞ്ഞ ഡർട്ടി ക്രീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും വിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. എനിക്കറിയാം, ക്രിയേറ്റീവായി ചിന്തിക്കാനും നിങ്ങളിലെ ആർട്ടിസ്റ്റിനെ ഇൻസ്പയർ ചെയ്യാനും കൂട്ടിനൊരുത്തിയെ കിട്ടിയിട്ടുണ്ടല്ലോ. വിട്ടുപോകാൻ മനസ്സ് വരില്ല. മഞ്ജു, മഞ്ജു പ്ലീസ്. ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴൊക്കെ തർക്കവും പോരുവിളികളൊക്കെ ആയിട്ട് ഒരേ മച്ചിന് കീഴ് ഏതോ സത്രത്തിൽ കഴിയുന്നവരെ പോലല്ലേ നമ്മൾ കഴിഞ്ഞിരുന്നത്. കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ചേരില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഇല്ല, അങ്ങനെ അങ്ങ് സുഖിച്ചു കഴിയാൻ വിടില്ല ഞാൻ. കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഫോണിലൂടെ നീ എനിക്ക് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല എന്നുള്ള അർത്ഥത്തിൽ. ആ ഗുഡ് ബൈ ഞാനിപ്പോ തിരിച്ചു പറയാ. ഗുഡ് ബൈ. ഒന്ന് വിളിക്കായിരുന്നില്ലേ കുട്ടിയെ? ഒരു വറ്റുപോലും കഴിക്കാൻ പറ്റാണ്ടല്ലേ പോയത്. വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവോ മനസ്സ്? വിളിച്ചൊരാശ്വാസവാക്ക് പറഞ്ഞ
ഹലോ ഹലോ. പ്രിയ, ഐ എം സോറി. അരുത്, എന്നോട് ഇങ്ങനെ ഫോർമലായി സംസാരിക്കരുത് സേതുവേട്ട. എല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പലപ്പോഴും ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞില്ല. അറിയാതെ മനസ്സ് കൈവിട്ടു പോയി, സ്നേഹിച്ചു പോയി. ഇനി മറക്കാൻ എനിക്ക് ഈ ജന്മം ഹലോ ഹലോ. നോ, ഈ ജന്മം അയാളോടൊത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ഹി ഇൻസൾട്ടഡ് മീ. വിഡിത്തം പറയരുത്. നീ അനുഭവിക്കേണ്ട സ്വത്തൊക്കെ കണ്ണ് കണ്ടവൾക്കൊക്കെ അവൻ തീരെന്ന് കണ്ട് കയ്യും കെട്ടി നിൽക്കാനുള്ള ഭാവം. അതിലും ഭേദം ആത്മഹത്യ ചെയ്യണതാ. അങ്ങനെ ഒരുത്തേക്ക് തീരെഴുതി കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ. ആ ബ്ലഡി അവൾക്ക് വേണ്ടിയാ എന്നെ ഇൻസൾട്ട് ചെയ്തത്. അയാൾ ഇഞ്ചിഞ്ചായി നീറണത് എനിക്ക് കാണണം. അതുകൊണ്ടാ പറഞ്ഞ് ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കേണ്ടെന്ന്. അവനെ ഇവിടെ നിന്റെ കാൽ ചുവടിലെത്തിക്കും ഞാൻ. അതിനെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ കുട്ടികളെ പോലും ഒന്ന് കാണാൻ സമ്മതിക്കാതെയാ എന്നെ അടിച്ചിറക്കി വിട്ടത്. സേതുവിനോടുള്ള അവരുടെ പക തീർക്കുന്നത് എന്നോടാ. എന്ത് പറഞ്ഞാൽ നിങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്റെ മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഇനി എങ്ങനെ ഉണ്ടാവില്ല. പ്രിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സേതുവിനെ തെറ്റു മുഴുവൻ എന്റെയാ. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്തൊരുത്തിയെ അവന്റെ ജീവിതത്തിലേക്ക് കെട്ടിയേൽപ്പിച്ചത് ഞാനാ. അവന്റെ സന്തോഷവും ജീവിതവും ഒക്കെ തകർത്തത് ഈ ഞാനാ. ഞാൻ ഇറങ്ങാം. ഇനി എങ്ങോട്ടാ? തറവാട്ടിലേക്ക്. വേറെ എങ്ങോട്ട് പോവാൻ? ഞാനിവിടെ വന്നതോ ഇതൊക്കെ പറഞ്ഞതോ സേതു അറിയണ്ട. പ്രിയയോട് എനിക്കൊരു പരിഭവമില്ല. മറ്റൊരവസ്ഥയിലായിരുന്നെങ്കിൽ സേതുവിന്റെ ഭാര്യയെ 2 കൈയും നീട്ടി സ്വീകരിച്ചേനെ ഞാൻ. പക്ഷെ ഇപ്പോ എനിക്കെന്റെ കുട്ടികളെ ഉപേക്ഷിക്കാൻ വയ്യല്ലോ. അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല. കഴിയുമെങ്കിൽ സേതുവിനെ ഇനി കാണരുത്. ഇത് അപേക്ഷയാണ്. ഇതുവരെ നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പലരും പലതും പറഞ്ഞിരുന്നെങ്കിലും നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല. നിനക്ക് തന്ന ഫ്രീഡം നീ മിസ്യൂസ് ചെയ്യില്ലെന്ന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ ഇനി എന്റെ മോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മ സേതുവേട്ടനെ കാണാൻ എനിക്ക് ഇപ്പൊ ഇറങ്ങിപ്പോയ ആ സ്ത്രീയുടെ ജീവിതം തകർത്തിട്ട് നിനക്കൊരു ജീവിതം വേണോ? എങ്കിൽ പോവാ. പക്ഷെ പിന്നീട് ഒരിക്കലും നീ അമ്മയെ കാണില്ല. സേതുവേട്ടാ, ഒരുപാട് മോഹിപ്പിച്ചു ഞാൻ, അല്ലേ? ഇല്ല, ഞാനാണ് മോഹിപ്പിച്ചത്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ മനസ്സ്. പക്ഷെ ഞാൻ തിരിച്ചറിയണമായിരുന്നു. നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയപ്പോ ഒക്കെ മറന്നു. എന്നെ തന്നെ പാടില്ലായിരുന്നു. അങ്ങനെ പറയരുതേ. അരുതാത്തതെന്ന് മനസ്സ് പറഞ്ഞിട്ടു മോഹിച്ചത് എന്റെ തെറ്റാണ്.
ഞാൻ എന്ത് വേണം സേതുട്ടൻ പറയേ? സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ഒന്നും സ്വന്തമാക്കാൻ വിധിക്കപ്പെട്ടവനല്ല കുട്ടി ഞാൻ. എന്ത് തീരുമാനമെടുത്താലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ തന്നെ ശപിക്കാനേ എനിക്ക് കഴിയൂ. ഒക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതാം. ഇനി ഒരിക്കലും കാണാതിരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സേതുവേട്ടന് വേണ്ടി, സേതുവേട്ടനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പോകാം. ഒരിക്കലും കാണാതിരിക്കാം. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, എഴുതണം, ഒരുപാട്. പ്രോമിസ്. എവിടെയായിരുന്നാലും ഞാൻ കാതോർത്തിരിക്കും. എന്താ കുഞ്ഞേ? അല്ല, അത് ഞാന്. നീ പാതിരാക്ക് ആരെയാ വിളിക്കുന്നത്? അത് ഞാന് സ്വാമിയല്ലേ വിളിച്ചത്? എന്നെയോ? ആ കുഞ്ഞമ്മാവ, നമുക്കിന്നൊന്ന് ആഘോഷിച്ചല്ലോ. ഇന്ന് ഞാനും കൂടും. എപ്പോഴും എന്നോട് പറയാറില്ലേ, ഇന്ന് ഉറപ്പ്. എന്താ മോനെ ഇങ്ങനൊക്കെ? നേരം എന്തായിന്നാ നിന്റെ വിചാരം? സമയം 2:30 കഴിഞ്ഞിരിക്കണം. അത് എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് എനിക്ക് അല്പം കുടിക്കണം. വേണ്ട മോനെ, നിനക്കതൊന്നും ചേരില്ല. നിന്നെ പലപ്പോഴും ഞാൻ കുടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേര് വഴക്കിട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നീ കുടിക്കാൻ വേണ്ടിട്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോ അറിയാം, സ്നേഹിച്ചതും സ്വന്തമാക്കിയതും ഒക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള നൊമ്പരം മറ്റാരേക്കാളും നന്നായിട്ട് ഈ കുഞ്ഞമ്മാനറിയാം. ആ വേദന മറക്കാൻ കുടിച്ചൊരു ജീവിതം മുഴുവൻ പാഴാക്കിയവനാ ഞാൻ. എന്റെ മോന് ആ ഗതി വരരുത്. പോയി കിടന്നോളൂ. പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? സ്വാമി നോയിക്കൊള്ളാം. നമുക്ക് അവളെ പോയി ഒന്ന് കണ്ടാലോ സ്വാമി? യാത്ര പറഞ്ഞ് പിരിയുമ്പോ ഞാൻ ഓർത്തിരുന്നില്ല, മനസ്സിങ്ങനെ തളർന്നു പോകുന്നു. സേതു, എന്റേത് മാത്രമായിരുന്നു അവൾ. എന്നെ വിട്ടു പോവില്ലേ? എനിക്കാരും അല്ലാതാവുമല്ലേ? പിന്നെന്തിനാ കുട്ടിയോട് ഈ ക്രൂരത കാട്ടിയത്? ആർക്ക് വേണ്ടിയായി ത്യാഗം ചെയ്തത്? വിളിച്ചോണ്ടൊന്ന് കൂടെ താമസിപ്പിക്കാമായിരുന്നില്ലേ ആ പാവത്തിനെ? എന്നിട്ട് വേണം എന്നൊരു ആഭാസനായി ചിത്രീകരിച്ച് എല്ലാവർക്കും ആഘോഷിക്കാനല്ലേ? വേണ്ട സ്വാമി, ഈ ജീവിതം ഇങ്ങനെ എരിഞ്ഞടങ്ങാൻ വിധിച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കുന്നേ? ഒക്കെ ശരിയാവും. ആ കുട്ടിയുടെ ഫോൺ ഓഫ് ആണെങ്കിൽ വീട് വരെ നമുക്കൊന്ന് പോയി നോക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ. എല്ലാത്തിനും ഒരു പോകുമ്പോഴും ഉണ്ടാവും. ഇപ്പൊ സേതു പോയി ഉറങ്ങാൻ. ഊട്ടിയിട്ടിരിക്കുന്നു. ആനിയുടെ വീട്ടിൽ പോയി ചോദിക്കാം. എന്താ? അവര് നാട്ടിലേക്ക് പോയി. നാട്ടിലേക്കോ? ആ കുട്ടിയുടെ അമ്മയുടെ തറവാട്ടിലേക്ക് പോയിട്ട് കുറച്ചു ദിവസമായത്രേ.
കട്ടായി പോണേ. ഇതെന്ത് കൽപ്പിച്ചുള്ള പോക്ക? ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാൽ ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടോ. ഇറങ്ങണോ? ഇറങ്ങാൻ. അല്ല ഞാനിപ്പോ ഇറങ്ങാൻ. എന്തായി കാണിക്കുന്നത്? സേതു ഇറങ്ങാൻ. ഞാനോ? ഇറങ്ങാൻ. സേതു ഇറങ്ങാനല്ലേ പറഞ്ഞത്? അതെ അതെ. സേതു 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 ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. താൻ പറഞ്ഞത് നേരാ. എനിക്ക് ഭ്രാന്ത. അത് ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. അതിനെനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. സേതു സേതു ഒറ്റയ്ക്ക് പോരുത്. സേതു ഒറ്റയ്ക്ക് പോകണ്ട. ഓ ഇനി എന്താ സംഭവിക്കാം? ഹലോ, ആരാ? സേതുവാണ്. പ്രിയ അവളിവിടെ ഇല്ല. സേതു ദയവ് ചെയ്ത് ഇനി അവളെ വിളിക്കരുത്, കാണാൻ ശ്രമിക്കരുത്. എന്നോട് മിണ്ടാതിരിക്കാൻ, എന്നെ കാണാതിരിക്കാൻ കഴിയുമോ അവൾക്ക്? അതൊന്നും എനിക്കറിയില്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനീ പറയുന്നത്. ഒരമ്മയുടെ അപേക്ഷയാണ്. നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാ. അധികം ആരെ അറിയിച്ചിട്ടില്ല. അവളുടെ വിവാഹമാണ്. ഹലോ ഹലോ. തിരക്ക് പിടിച്ചായതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. അതെങ്ങനെയുണ്ട്? ഇത് നോക്കേ. നന്നായിട്ടുണ്ടോ? ഇത് നന്നായിട്ടുണ്ടല്ലേ? ആ സാരി അവൾക്ക് ചേരുന്നുണ്ടല്ലേ? ഭാനു, എന്താ? ഒന്നിങ്ങ് വന്നേ. ഞാൻ ഇപ്പൊ വരാം. ഹലോ സേതുവേട്ടാ. പ്രിയ, എവിടെയാണ് നീ? എന്താ ഇതുവരെ എന്നെ വിളിക്കാതിരുന്നത്? സേതുവേട്ടൻ എന്നെ മനസ്സിലാക്കണം. കരുതിയാ മൊബൈൽ അമ്മ വാങ്ങി വെച്ചിരിക്കുക. തടവുപുള്ളിയുടെ അവസ്ഥയിലാ ഞാൻ. എങ്ങോട്ട് നീങ്ങിയാലും അപ്പോഴമ്മ എത്തും. ഇപ്പൊ തന്നെ ദേവി വന്നോണ്ട അമ്മയൊന്ന് മാറി തന്നത്. അവളുടെ മൊബൈലിൽ നിന്നാ. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എനിക്കിപ്പം നിന്നെ കാണണം. എവിടെയാ സേതുവേട്ടൻ ഇപ്പോ? വരാം. ആന്റി, അമ്മ കണ്ടു കാണൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ശരി, അങ്ങനെ പറയാം. ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ നിൽക്കുന്ന എന്തിനാ? ഒത്തിരി നേരമായല്ലോ. ഒന്നുമില്ലമ്മേ, ഈ ദേവി വെറുതെ ഓരോന്ന്. എന്താ ഒരു വല്ലായ്മ? ഏയ്, അമ്മയ്ക്ക് തോന്നിയതാ. ആ, ബ്യൂട്ടി പാർലറിലേക്ക് പോവാൻ കാറ് വന്നിട്ടുണ്ട്. ഞാൻ റെഡി അമ്മേ. ദേവിയും കൂടെ വന്നോളൂ. ദേവിയുടെ കൂടെ വന്ന്. അവള് റിസപ്ഷനിലുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ?
ഇങ്ങനെ ഇരിക്കാനാണോ കാണുമെന്ന് പറഞ്ഞത്? സേതുവേട്ടാ, ആർക്കും വഴങ്ങാതെ എന്റേത് മാത്രമായ ഒരു ലോകത്ത് ഒറ്റയ്ക്ക് കഴിയായിരുന്നു ഞാൻ. എന്തിനാ നീ എന്നിങ്ങനെ? ഞാൻ എന്താ വേണ്ടേ? സേതുവേട്ടൻ പറ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നിമിഷം വരെ ഞാൻ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ വരാൻ കൂടെ. അമ്മേ, ഞാനാ സേതുവേട്ടന്റെ അടുത്തുനിന്ന്. അതെ, എന്നോട് പൊറുക്കണം. ഞാൻ പോവാ സേതുവേട്ടന്റെ കൂടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഉണ്ട്, വേണ്ട, സേതുവേട്ടനോടൊന്നും പറയണ്ട. ഇതെന്റെ തീരുമാനം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. പോയിക്കോളൂ. ഇനിയും ജീവിതം ബാക്കിയുണ്ടല്ലോ. വേണ്ട, എനിക്ക് പോവണ്ട. പാടില്ല. ഇപ്പൊ നീ പോയേ മതിയാകൂ. നിന്റെ അമ്മയുടെ ജീവൻ വളരെ വിലപ്പെട്ടതാ. അവരുടെ അഭിമാനവും. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. അവള് പോയി എന്നേക്കുമായി. ആ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു. എങ്കിലും സ്വയം നശിച്ചേക്കാവുന്ന വഴികളിൽ നിന്നൊക്കെ എന്നെ പിന്തിരിപ്പിച്ചത് അവളുടെ വാക്കുകളായിരുന്നു. എവിടെയായിരുന്നാലും ഞാൻ എഴുതുന്ന വരികൾക്ക് കാതോർത്തിരിക്കുമെന്ന് അവളുടെ വാക്കുകൾ. പിന്നൊരിക്കലും സർ പ്രിയയെ കണ്ടിട്ടേ ഇല്ല. ഇല്ല. ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയ സമയത്ത് ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ? അംഗീകാരം കിട്ടിയതിനുള്ള വേൾഡ് മലയാളി അസോസിയേഷന്റെ സ്വീകരണം 19-ാം തീയതിയല്ലേ? ആ മുഹൂർത്തത്തിന് സാക്ഷികളായി മലയാള ഭൂമിക്ക് വേണ്ടി ഞങ്ങളും ഉണ്ടാവും സർ. വെൽക്കം. മലേഷ്യൻ മലയാളികളായ നമുക്കേവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഈ സുദിനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഏതായാലും ഞാനധികം നീട്ടുന്നില്ല. നമ്മുടെ മുഖ്യാതിഥിയെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി എന്നും പിന്നരകിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ അരവിന്ദൻ ആദ്യമായി ഈ വേദിയിലെത്തുകയാണ്. ശ്രീ അരവിന്ദൻ. സഹൃദയ സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ എനിക്ക് പറയാൻ കഴിയും, അത് ഈ മുഹൂർത്തമാണെന്ന്. മലയാളികൾക്ക് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം. അതാണ് ശ്രീ സേതുനാഥന് കിട്ടിയ ഈ അംഗീകാരം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കിട്ടിയ ഈ നിമിഷം മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അസോസിയേഷന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതൊരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല.
സ്വന്തം എന്ന ഒറ്റ നോവലിലൂടെ നമുക്ക് ഏവർക്കും സ്വന്തമായി തീർന്ന കഥകളുടെ ഈ രാജശില്പിയെ വേൾഡ് മലയാളി അസോസിയേഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പ്രവാസ ജീവിതത്തിന്റെ തിരക്കിനിടയിലും മലയാളത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മഹാമനസ്കതയ്ക്കും പിന്നെ എനിക്ക് നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിനും നന്ദി. അധികമാരാലും അറിയപ്പെടാതെ അവസാനിച്ചു പോകുമായിരുന്ന എന്റെ ഈ ജന്മം ഇന്ന് ഭാരതത്തിന്റെ അതിരുകൾ കടന്ന് അറിയപ്പെടും വിധത്തിൽ എത്തിച്ചേർന്നെങ്കിൽ അതിനെന്നെ പ്രാപ്തനാക്കിയത് എന്നിലെ കവിയെയും സാഹിത്യകാരനെയും കണ്ടെത്തിയത് കവിതയെയും സംഗീതത്തെയും നെഞ്ചോട് ചേർത്ത് ധ്യാനിച്ചിരുന്ന ഒരു രാപ്പാടിയാണ്. എവിടെയായിരുന്നാലും എന്റെ അക്ഷരക്കൂട്ടുകൾക്ക് കാതോർത്തിരിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ട് പാടിത്തീർക്കാത്ത ഒരുപാട് രാഗങ്ങളും ബാക്കി വെച്ച് അവളെങ്ങോ പറന്നുപോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത്, കാതോർത്തിരിക്കുന്ന അവൾ കേൾക്കാൻ. എനിക്കറിയാം, ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും അവളുടെ അരികിലേക്ക് എന്റെ വരികൾ ഒഴുകിയെത്തും. ആ രാപ്പാടിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കട്ടെ. Excuse me, uncle. A gift for you. Thank you. എന്താ മോളുടെ പേര്? താര. ഇതെവിടുന്നാ? മമ്മി നന്ന അയച്ചതാ. മമ്മി ഇവിടെ? സാർ, നമസ്കാരം. സാറ് പറഞ്ഞനുസരിച്ച് വീണ്ടും ഞാൻ ആ പബ്ലിഷിംഗ് കമ്പനിയായി ബന്ധപ്പെട്ടു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? വീണ്ടും പഴയ മറുപടി തന്നെ. നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളിനെ അജ്ഞാതനായി ഇരിക്കാനാണ് അത്രയും മോഹം. പബ്ലിഷിംഗ് കമ്പനിയുമായി അങ്ങനെ ഒരു എഗ്രിമെന്റും ഉണ്ട്. സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തായാലും എന്റെ ആ അജ്ഞാത സുഹൃത്തിന് നന്ദി. നോവലിന്റെ ആത്മാവ് ചോർന്നു പോവാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. മഹാഭാഗ്യം. മറ്റൊന്നും കൊണ്ടല്ല, എത്ര നിർബന്ധിച്ചിട്ടും അറിയാൻ അവളുടെ സ്വഭാവം. പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. ശരി സേതു, നമ്മുടെ ടിക്കറ്റ് ഒക്കെ ശരിയാ? ഫ്ലൈറ്റ് റൈറ്റ് ടൈമാണ്. എയർപോർട്ട് വരെ ഞാനും ഉണ്ടാകും കൂടെ. താങ്ക് യു. താങ്ക് യു. നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയട്ടെ. നമസ്കാരം സാർ. എന്താണല്ലേ, സുഖല്ലേ? സ്വാമി പാന്റിനകത്ത് കയറി. എന്താടാ പൂത്തപ്പട, സുഖം തന്നെ അല്ലേ? പെട്ടി പിടിക്ക്. കൊണ്ടുപോയി. മലേഷ്യ എന്നുള്ള പാറയെല്ലാം കൂടെ എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഈ സ്വാമി. എന്താ സ്വാമി നമ്മുടെ യാത്രയെ കുറിച്ച്? എനിക്കെന്തോ ഒന്നും മറക്കാൻ കഴിയുന്നില്ല. മനസ്സിനെന്തോ വല്ലാത്തൊരു... അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒരു യാത്ര ആയിരുന്നില്ലല്ലോ അത്. അയ്യോ, ഞാന് ഒരു ലെറ്റർ തരാൻ മറന്നുപോയി. ലെറ്ററോ?
അതെ, അരവിന്ദൻ തന്നതാ. ഇതെന്താ അവിടെ വെച്ച് തരാത്തത്? അല്ല, നാട്ടിലെത്തിയിട്ട് തന്നാ മതി എന്ന് പ്രത്യേകം അദ്ദേഹം എന്നോട് പറഞ്ഞോണ്ടാ. ഓ, 5-6 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. സേതുവേട്ടന് ഞാൻ ആഗ്രഹിച്ചതുപോലെ വലിയ എഴുത്തുകാരനായി ലോകം അംഗീകരിച്ചു അല്ലേ? സന്തോഷമായി. ഈ കത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച അരവിന്ദനെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്റെ ഭർത്താവാണ്. എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പബ്ലിഷിംഗ് കമ്പനിയുമായി കറസ്പോണ്ടൻസ് നടത്താനും എല്ലാം എന്നെ സഹായിച്ചത് അദ്ദേഹമാണ്. എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ? പൂവ് സമ്മാനിക്കാൻ ഏൽപ്പിച്ചപ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു. ഇനിയും എഴുതണം, ഒരുപാട് വലിയ വലിയ അംഗീകാരങ്ങൾ നേടണം. എവിടെയായാലും ഞാൻ കാതോർ